നമസ്കാരം, ബിഗ് ഡയലോഗിലേക്ക് സ്വാഗതം. മുനമ്പത്ത് 10 മിനിറ്റ് പരിഹാരം അകലുകയാണോ? 8ന്റെ പണി നൽകിയത് മറികടക്കാൻ പോംവഴിയുണ്ടെന്ന് വി.ഡി. സതീശൻ പറയുന്നത് വെറും വാക്കോ? ഉമീദ് പോർട്ടലിലെ തിരക്കിട്ടുള്ള രജിസ്ട്രേഷൻ പിണറായി സർക്കാരിന്റെ പോകുന്ന വഴിക്കുള്ള ഇരട്ടപ്പൂട്ടോ? കേന്ദ്ര സർക്കാർ മുനമ്പത്തെ ജനങ്ങളെ കൈവിട്ടതുപോലെ കേരള സർക്കാരും കൈവിടാൻ ഒരുങ്ങുന്നോ? ഈ വിഷയമാണ് ബിഗ് ഡയലോഗ് ചർച്ച ചെയ്യുന്നത്. 8ന്റെ പണിയോ? കൃത്യമായ ഇടപെടലുണ്ടാവും. ഞാൻ ഒരു കാര്യം ഉറപ്പ് നൽകിയ, അവിടെ ആ പാവപ്പെട്ട മനുഷ്യരെ അവിടെ നിന്ന് ഇറക്കി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. ഞങ്ങളുടെ ഗവൺമെന്റ് അത് പ്രൊട്ടക്ട് ചെയ്യുവാൻ. കേന്ദ്ര നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ ഭൂമി രജിസ്ട്രേഷൻ്റെ ഒക്കെ പ്രശ്നം ഒതുക്കുന്നത്. അത്തരം പ്രശ്നങ്ങൾ അത് നേരത്തെ ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ്. അത്തരം പ്രശ്നങ്ങൾ എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഭരണ നടപടികൾ ഉപയോഗിച്ച് ചർച്ച നടത്തി അതിന് പരിഹാരമുണ്ടാക്കുക എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. വി.ഡി. സതീശൻ അത് ചെയ്യാൻ പറ്റില്ല. കാരണം മുസ്ലിം ലീഗ് നിയന്ത്രിക്കുന്ന സർക്കാരാണ് ഇപ്പോൾ ഉള്ളത്. മുസ്ലിം ലീഗ് നിയന്ത്രിക്കുന്ന സർക്കാരിൽ ലീഗിൻ്റെ താല്പര്യങ്ങൾ മാത്രമേ നടപ്പാകുള്ളൂ എന്നുള്ളത് ഞങ്ങൾ ആദ്യമേ പറഞ്ഞത് ഇപ്പോൾ മുഖ്യമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസിൽ നിന്ന് അഡ്വക്കേറ്റ് വസന്ത് സിറിയക്, ബി.ജെ.പിയിൽ നിന്ന് കേണൽ എസ് ഡിന്നി, മുനമ്പം സമരസമിതി നേതാവ് ജോസഫ് ബെന്നി എന്നിവർ തത്സമയം അതിഥികളായി ചേരുന്നു. അല്പസമയത്തിനകം CPM-ൽ നിന്നും KS അരുൺകുമാറും ഈ ചർച്ചയുടെ ഭാഗമാകും. ബി.ജെ.പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് ടെലിഫോൺ ലൈനിലും ഈ ചർച്ചയിൽ പങ്കെടുക്കും. ആദ്യം അഡ്വക്കേറ്റ് വസന്ത് സിറിയക്, ഈ 8ന്റെ പണി മറികടക്കാൻ കഴിയും എന്ന് ഇന്നും വി.ഡി. സതീശൻ പറയുന്നു. അതിനപ്പുറത്ത് ഒരാളെയും കുടിയൊഴിക്കാൻ അനുവദിക്കില്ല, ഒഴിപ്പിക്കില്ല. അവരുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കും. അവർക്ക് ആ ഭൂമിയിൽ അവകാശമുണ്ടാകും. അവർക്ക് അവിടെ തന്നെ സ്വതന്ത്രമായി കഴിയാൻ പറ്റും എന്നൊക്കെ ഇന്നും വി.ഡി. സതീശൻ ആവർത്തിക്കുന്നുണ്ട്. പക്ഷെ പോംവഴി എന്താണ് നിങ്ങളുടെ മുന്നിൽ? അതെ, നോക്കൂ, ഈ പ്രശ്നം ഉണ്ടാക്കിയത് തന്നെ ഇടതുപക്ഷ ഗവൺമെൻറ്റുകളാണ്. നിസാം കമ്മീഷനെ വെക്കുന്നത് അങ്ങേക്കറിയാവുന്നതുപോലെ അത് VS-ൻ്റെ കാലത്താണ്. അതിനുശേഷം പിന്നീട് ആ കമ്മീഷൻ്റെ റിപ്പോർട്ടോ ആയതുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള മുന്നോട്ട് പോകലുകളോ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് സ്വീകരിക്കപ്പെടുന്നില്ല. അപ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. എന്നാൽ 2021 ഈ നിസാം കമ്മീഷൻ റിപ്പോർട്ടിനെ ആസ്പദമാക്കിക്കൊണ്ട് ഇത് വഖഫ് ഭൂമിയാണ് എന്ന് പിണറായി ഗവൺമെൻറ് തീരുമാനിച്ച അവരുടെ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റായ വഖഫ് ബോർഡ് ചെയർമാനും വഖഫ് ബോർഡും തീരുമാനിക്കുന്നു. അങ്ങനെ തീരുമാനിക്കുന്നതിൻ്റെ പിൻപറ്റി 2021-22 റവന്യൂ വകുപ്പ് ഇവരിൽ നിന്ന് കരം സ്വീകരിക്കുന്നില്ല. അവിടെയാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അവിടെയാണ് അവർക്ക് അവരുടെ ഭൂമിയിന്മേൽ അവകാശമില്ല എന്നുള്ളൊരു പ്രതിസന്ധി ഉണ്ടാവുകയും അത് വലിയ രൂക്ഷമായ പ്രതിസന്ധിയായി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരികയും സമരം ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ നോക്കൂ, അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന പ്രശ്നം തന്നെ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ്റെ ഭാഗമാണ്. അതായത് തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ, ഒന്ന്, ഈ നിസാം കമ്മീഷനെ വെച്ചുകൊണ്ട് അവിടെ അത് വഖഫ് ഭൂമി ആക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു. പിന്നീട് അത് വഖഫ് ഭൂമി ആണോ അല്ലയോ എന്നുള്ള ട്രൈബ്യൂണലിൽ കേസ് കിടക്കുന്ന സമയത്ത് അവിടെ ഈ പറയുന്ന കരം സ്വീകരിക്കാതിരുന്നു കൊണ്ട് അവരെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നു. അങ്ങനെ ഏതൊക്കെ വഴിയിൽ ബി.ജെ.പിക്കും സംഘപരിവാറിനും രണ്ട് സമുദായങ്ങളെ തമ്മിലടിപ്പിച്ച് രക്തം കുടിക്കാവോ ആ വഴികളൊക്കെ തുറന്നിട്ട് കൊടുക്കുകയാണ് ഇടത് ഗവൺമെന്റ്. അത് VS ആണേലും പിണറായി ആണേലും ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ശരി, നിസാം കമ്മീഷന്റെ കാലം പറഞ്ഞിട്ട് താങ്കൾ നേരെ പിണറായി സർക്കാരിലേക്കാണ് എടുത്തു ചാടുന്നത്. അതിനിടയിൽ റാഷിദ് അലി തങ്ങൾ വഖഫ് ബോർഡിന്റെ പ്രധാന ചുമതലക്കാരനായിരുന്ന ഘട്ടം, ആ ഘട്ടത്തിലെ വഖഫ് ബോർഡിന്റെ തീരുമാനം അതെന്തേ വസന്ത് മറന്നുപോകുന്നു? ആ ഘട്ടത്തിൽ ഈ മുനമ്പത്തെ ജനതയ്ക്ക് കരമടയ്ക്കാതിരിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നോ ശ്രീ വേണുഗോപാലകൃഷ്ണൻ? അങ്ങയുടെ ഓർമ്മയിലുണ്ടെങ്കിൽ ഒന്ന് പറ. അവിടുത്തെ ഏറ്റവും പ്രധാന പ്രതിസന്ധി എന്താണെന്ന് അറിയാമോ? ഞാൻ അവിടെ പോയിട്ടുള്ള ആളാണ്. റാഷിദ് അലി തങ്ങളുടെ റാഷിദ് അലി തങ്ങൾ ചെയർമാനായിട്ടുള്ള വഖഫ് ബോർഡിന്റെ അന്നത്തെ തീരുമാനം എന്തായിരുന്നു? മുനമ്പവുമായി ബന്ധപ്പെട്ട അന്നത്തെ തീരുമാനം എന്തായിരുന്നു? അല്ലല്ല, അവിടുത്തെ പ്രധാന പ്രശ്നം എന്താ? വഖഫ് ഭൂമി ആക്കപ്പെടുന്ന സമയത്ത് ഇപ്പോൾ നിലവിൽ അവരനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അവർക്ക് സ്വന്തം ഭൂമിയുടെ കരമടയ്ക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അത് റവന്യൂ വകുപ്പിന്റെ ഡിസിഷനാണ്. ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ സമയത്ത് ഈ പറയുന്ന നിസാം കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് യാതൊരു മുന്നോട്ട് പോകലുകളും അന്നത്തെ വഖഫ് ബോർഡ്, അങ്ങ് ഈ സൂചിപ്പിക്കുന്ന വഖഫ് ബോർഡ് എടുത്തിട്ടില്ല.
എടുത്തിട്ടില്ല. എന്നാൽ പിന്നീട് വന്ന ഗവൺമെൻറ്റാണ് ആ കമ്മീഷൻ റിപ്പോർട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് തൽക്കാലം കരമടയ്ക്കേണ്ടതില്ല, അത് ഈ വിഷയത്തിൽ നിലപാട് വരട്ടെ, സർക്കാരിൻ്റെ ട്രൈബ്യൂണലിൽ നിന്ന് കേസിൻ്റെ ഫൈനൽ ഡിസിഷൻ വരട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തത്. ട്രൈബ്യൂണൽ അങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോഴും പിന്നീട് അത് കോടതിയിലേക്ക് വലിച്ചഴച്ചത് ഇപ്പോൾ ഈ ഇറങ്ങിപ്പോകാനിരിക്കുന്ന വഖഫ് ബോർഡ് ചെയർമാനും വഖഫ് ബോർഡുമാണ്. അവിടെയാണ് ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 10 മിനിറ്റ് കൊണ്ട് പ്രശ്നപരിഹാരം ഉണ്ടാക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞത്. വസന്ത് ഇതിനകത്ത് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ കാര്യങ്ങൾ അല്ലല്ല, ഈ കാര്യങ്ങളൊക്കെ ഇപ്പോ ഈ സങ്കീർണമായതിനു ശേഷം കുഞ്ഞാലിക്കുട്ടി ഈ റാഷിദ് അലി തങ്ങളുടെയൊക്കെ പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയർന്നപ്പോ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അദ്ദേഹം പറഞ്ഞതും താങ്കൾ ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയ കുറ്റാരോപണത്തിലൂടെയാണ്. VS സർക്കാരിന്റെ കാലത്താണ് 2009 ഈ നിസാർ കമ്മീഷൻ വരുന്നതും അവര് ആ കമ്മീഷന്റെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഭൂമി പിടിച്ചെടുക്കുക എന്ന തീരുമാനത്തിലേക്ക് പോയത് എന്നും ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീടുള്ള നടപടികളെല്ലാം ഉണ്ടായത് എന്നൊരു വാചകം പറയുന്നു. എന്നിട്ട് അതിനോട് ചേർത്ത് പറയുകയാണ് വഖഫ് ബോർഡ് ചെയർമാൻമാരൊക്കെ മാറി മാറി വന്നിട്ടുണ്ടാകുമെന്ന്. അപ്പോ ആ ഘട്ടത്തിൽ അത് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് അല്ല. ആ ഘട്ടത്തിൽ ഇങ്ങനെ വഖഫ് ബോർഡ് ചെയർമാൻമാർക്ക് ഇങ്ങനെ മാറി മാറി വരാമായിരുന്നു. ഇപ്പൊ ഹംസ വരുമ്പോൾ മാത്രമാണ് അത് മാറി മാറി വരലല്ല, അത് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ്, അത് 8ന്റെ പണി കൊടുക്കലാണ് എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നത്. ഇത് 10 മിനിറ്റിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു എളുപ്പ വഴിയല്ലേ ഇത്? ഒരിക്കലും അല്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ വന്നാൽ 10 മിനിറ്റ് പരിഹാരമുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആ പരിഹാരമുണ്ട്. എന്താ പരിഹാരം? ആ പരിഹാരം വഖഫ് ബോർഡ് എടുക്കാൻ പോകേണ്ട നിലപാടാണ്. അത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പുമായി ആലോചിച്ചെടുക്കേണ്ട നിലപാട്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഉമൈദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നു, ആർക്കാ അതിൻ്റെ അവകാശമുള്ളത്? ഈ പറയുന്ന ആ സ്വത്തിൻ്റെ, വഖഫ് സ്വത്തിൻ്റെ അധികാരിക്കാണ്, അല്ലെങ്കിൽ കസ്റ്റോഡിയനാണ്. ഈ കേസിൽ നിലവിൽ കേസ് നിലനിൽക്കുകയാണ്. ആ കേസിൽ ഈ പറയുന്ന വഖഫ് ബോർഡിനാണ് മുനമ്പത്തിന്റെ അധികാരം എന്ന് ഏതെങ്കിലും ഒരു കോടതി, ഏതെങ്കിലും ഒരു നീതിന്യായ സംവിധാനം വിധിച്ചിട്ടുണ്ടോ? പിന്നെ എങ്ങനെയാണ് ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാൻ, അതിൽ ആപ്ലിക്കേഷൻ എൻ്റർ ചെയ്യാൻ വേണ്ടി വഖഫ് ബോർഡിനോ വഖഫ് ബോർഡ് ചെയർമാനോ സാധിക്കുന്നത്? അത് സാധിക്കില്ല. 1. 2, എന്തുകൊണ്ടാണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോ 8ന്റെ പണി എന്ന നിലയിൽ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങളുടെ മുന്നിലുള്ള പോംവഴി, പരിഹാരം അതെന്താണ്? അതൊരു അരമന രഹസ്യമാക്കി വെക്കേണ്ട കാര്യമല്ല. ഇവിടെ ഇപ്പൊ ഈ ബെന്നിയെ പോലെയുള്ള ആളുകൾക്ക് അത് നേർക്കുനേർ തന്നെ കേട്ടറിയേണ്ട കാര്യങ്ങളല്ലേ? പറഞ്ഞു അങ്ങേക്ക് മാത്രമായിരിക്കും മനസ്സിലാവാത്തത്. ആരെ പോലെയുള്ളവരാണ് ഈ ചർച്ചയിലെ നേർക്കുനേർ കേട്ടറിയേണ്ട കാര്യങ്ങളല്ലേ? അവസരങ്ങളിൽ മുഴുവൻ അതാണ്. ഓക്കെ, ഞാൻ ഡിന്നിന്നാണ് കേട്ടത്, കേണൽ ഡിന്നിന്നാണ് കേട്ടത്. അതിന്റെ പ്രശ്നം BJP-ക്കാർക്ക് തൽക്കാലം ഉത്തരം കൊടുക്കുന്ന സൗകര്യം ഉണ്ടാവില്ല. കാരണം വഖഫ് നിയമം വന്നാൽ ഉടനെ നിങ്ങളുടെ പ്രശ്നം തീരുമെന്ന് പറഞ്ഞവരാണല്ലോ ഇവർ. എന്നിട്ട് കിരൺ റിജിജുവിനെ അവിടെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ച് മടങ്ങിപ്പോയവരാണല്ലോ. ഇതിലെ പോംവഴി നിങ്ങളുടെ മുന്നിൽ എന്താണ്? സർക്കാരിന് മുന്നിലുള്ള പോംവഴി എന്താണ് വസന്ത്? പോംവഴി വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. അങ്ങ് കേട്ടില്ലേ? ഞാൻ പറഞ്ഞല്ലോ, അതൊരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പുമായി ആലോചിച്ച് ആ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് കൂടി വഴങ്ങുന്ന ഒരു വഖഫ് ബോർഡ് ചെയർമാൻ ഉണ്ടെങ്കിൽ, പൊളിറ്റിക്കൽ ലീഡർഷിപ്പുമായി ആലോചിച്ച് അവിടെ വഖഫുമായി ബന്ധപ്പെട്ട് ഉണ്ടാവേണ്ടത് ഒരു രാഷ്ട്രീയ നിലപാടാണ്, ഒരു പൊളിറ്റിക്കൽ ഡിസിഷനാണ്. ആ പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കണമെങ്കിൽ അവിടെ ഉണ്ടാവുന്ന വഖഫ് ബോർഡ് തീരുമാനമെടുക്കുമ്പോൾ പൊളിറ്റിക്കൽ ലീഡർഷിപ്പുമായി ആലോചിക്കണം. അങ്ങനെ ഇപ്പോൾ നിലവിൽ ഈ മുനമ്പംകാരുടെ പ്രശ്നത്തിന്റെ അതർ സൈഡ് ആരാണ്? അത് ഫറൂഖ് കോളേജ് ആണോ? അല്ലല്ലോ. അല്ലെങ്കിൽ സിദ്ദിഖ് സേട്ടിന്റെ വീട്ടുകാരാണോ? അല്ല. അതർ സൈഡ് അവിടെ ഉണ്ടാക്കുന്ന ഈ നിസാം കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അതർ സൈഡിലെ ഈ പറയുന്ന പ്രബലർ അത് വഖഫ് ബോർഡാണെന്നേ, സംസ്ഥാന വഖഫ് ബോർഡാണെന്നേ കേസ് കളിക്കുന്നത്, ട്രൈബ്യൂണലിൽ പോകുന്നത്, ഈ പറയുന്ന റവന്യൂ വകുപ്പിനോട് കരം ഈടാക്കരുത് എന്നാവശ്യപ്പെടുന്ന എല്ലാം സംസ്ഥാന വസന്ത്. ഇത്രയുമൊക്കെ വളച്ചിട്ട് നമുക്ക് പിന്നീട് കാര്യങ്ങളിലേക്ക് വരാം. വസന്ത്, ഇപ്പൊ ഇത് പറയൂ, പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എടുക്കേണ്ട തീരുമാനമാണ്. ശരി, അല്ലല്ലോ, ഒരു സെക്കൻഡ്. വഖഫ് ബോർഡിന്റെ ചെയർമാൻ ഇപ്പോ KS ഹംസയാണ്. അല്ല, KS ഹംസയാണ്. അപ്പൊ എന്താ പോംവഴി? വസന്ത, എന്താ പോംവഴി? വസന്ത, എന്താ പോംവഴി? ആ പോയിന്റ് കംപ്ലീറ്റ് ചെയ്യാൻ അങ്ങ് അനുവദിക്കുന്നില്ല. വസന്ത, എന്താ പോംവഴി? അല്ലല്ല, അങ്ങ് പറഞ്ഞു വന്ന പൂർത്തിയാക്കൂ. പൊളിറ്റിക്കൽ ഡിസിഷൻ ആണ് വേണ്ടത്. പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കുന്നതിൽ ഇപ്പൊ തടസ്സമായി നിൽക്കുന്ന ഹംസ ചെയർമാൻ ആയിരിക്കുന്നതാണെങ്കിൽ എന്താ പോംവഴി? ശ്രീ വേണു, ഞാൻ അങ്ങ് ഇടപെടുമ്പോൾ വളരെ മാന്യത പാലിച്ച് ഞാൻ എൻ്റെ ശബ്ദം ലോ ചെയ്യുന്നുണ്ട്. വസന്ത, ഇതിനെന്താ പോംവഴി? പറഞ്ഞു വരുന്നതിന്റെ ഇടയ്ക്ക് തോക്കിക്കയറി വെടിവെച്ചാൽ എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റില്ല. അങ്ങ് അവരുമായി ചർച്ച ചെയ്തോളൂ, എന്നെ ദയവായി ഒഴിവാക്കി തരൂ. വസന്ത, എന്താ ഇതിന്റെ പോംവഴി? ഞാനൊരു പോയിന്റ് പറഞ്ഞു വരുന്നതിന് മുമ്പ് അങ്ങ് ഇടപെട്ടാൽ ഞാൻ എങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്യാം?
ആ പോംവഴിയാണെന്ന് പറയുന്നത്. വസന്ത എന്താ പോംവഴി? അല്ലെങ്കിൽ അടുത്ത ആളിലേക്ക് പോകും. കേൾക്കൂ. അപ്പൊ പോംവഴി പറയൂ. ഞാൻ പറഞ്ഞല്ലോ, അവിടെ കുറെ നേരം ആയല്ലോ. അവിടെ ഉണ്ടാവേണ്ടത് പൊളിറ്റിക്കൽ അല്ല, അങ്ങ് പറയാൻ അനുവദിക്കാത്തതിന്റെ ആണല്ലോ. കുറെ നേരമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മണിക്ക് ചർച്ച തുടങ്ങിയത് നമുക്ക് നോക്കാം. അതിന്റെ ഇടയ്ക്ക് എത്ര തവണ അങ്ങ് ഇടപെട്ടു? അങ്ങനെ പറയാൻ അനുവദിക്കില്ല. എന്നിട്ട് അങ്ങ് കുറെ നേരമായല്ലോ. കാര്യം പറയൂ വസന്ത, അല്ലെങ്കിൽ അടുത്ത ആളിലേക്ക് പോവേ. അവിടുത്തെ അല്ല, കാര്യം വളരെ കൃത്യമായി ഞാൻ പറഞ്ഞു. അങ്ങ് പറയാൻ അനുവദിക്കാത്തതിന്റെ അവിടെ ഉണ്ടാവേണ്ട പൊളിറ്റിക്കൽ ഡിസിഷനാണ്. ആ ഡിസിഷൻ എടുക്കേണ്ടത് ഗവൺമെന്റുമായി ആലോചിക്കുന്ന, ഗവൺമെന്റുമായി ചേർന്ന് പോകുന്ന ഒരു വഖഫ് ബോർഡാണ്. ആ വഖഫ് ബോർഡ് ഗവൺമെന്റ് ഡിസിഷനുകൾക്ക് വഴങ്ങാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ വഖഫ് ബോർഡ് ഇതായി ഉമ്മീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത്. ഉമ്മീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ അകത്തൊരു ലീഗൽ ഇഷ്യൂ ഉണ്ട്. ആ ലീഗൽ ഇഷ്യൂ ഉമ്മീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ആ വഖഫ് ഭൂമിയുടെ കാര്യക്കാരൻ വേണം ഇത് രജിസ്റ്റർ ചെയ്യാൻ. അതുകൊണ്ട് തന്നെ സംസ്ഥാന വഖഫ് ബോർഡിന് അതിൽ രജിസ്റ്റർ ചെയ്യാൻ തന്നെ പറ്റില്ല. ഇപ്പൊ രജിസ്റ്റർ ചെയ്ത് തന്നെ ഇല്ലീഗലാണ്. അതുകൊണ്ട് നിയമ വിദഗ്ധരുമായി ആലോചിച്ച് ആ വിഷയത്തിൽ ഒരു റിവേഴ്സ് ആക്ട് ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യുമെന്ന് മാത്രമല്ല, വഖഫ് ബോർഡിന്റെ ആ പ്രോപ്പർട്ടിന്മേലുള്ള ക്ലെയിം അത് ഒഴിവാക്കാൻ എന്താണോ ചെയ്യേണ്ടത് അത് നിയമവിദഗ്ധരുമായി ആലോചിച്ച് സംസ്ഥാന സർക്കാർ തീരുമാനിക്കും. അതാണ് പോംവഴി. ശരി, ശ്രീ കെ എസ് അരുൺകുമാർ, ഈ പറഞ്ഞ കാര്യങ്ങൾ 10 മിനിറ്റ് കൊണ്ട് തീരില്ല. പക്ഷെ അങ്ങനെ 10 മിനിറ്റ് കൊണ്ട് എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയുമായിരുന്ന ഒരു കാര്യം, അവര് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് നിങ്ങൾ നടത്തിയിരിക്കുന്ന ഒരാൾ ഉണ്ടാക്കിയ കുരുക്ക് കാരണം ഇപ്പോ നീട്ടേണ്ടി വരുന്നു. അങ്ങനെ നിർബന്ധിതമായൊരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പൊ നേരത്തെ ഇത് പരിഹരിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞു. ഇപ്പൊ ഇത് പരിഹരിക്കാതിരിക്കുന്നതിന്റെയും കാരണക്കാരായി നിങ്ങൾ തന്നെ നിൽക്കുന്നു എന്നതാണ് രാഷ്ട്രീയ ആരോപണം. മറുപടി ശ്രീ അരുൺ. എത്ര നുണ, പച്ചയായ നുണയാണ് കോൺഗ്രസ് പ്രതിനിധികൾ പ്രചരിപ്പിക്കുന്നത്. ഇവിടെ 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കും എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പല ഘട്ടത്തിലും പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് സെക്ഷൻ 97 പ്രകാരം സംസ്ഥാന ഗവൺമെന്റ് ഒരു ഡയറക്ഷൻ വഖഫ് ബോർഡിന് കൊടുത്താൽ മതി എന്നതാണ്. ആ 97 സെക്ഷൻ ഞാൻ വായിക്കാം, മലയാള വേർഷനാണ്. സെക്ഷൻ 96 പ്രകാരം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച ഏതെങ്കിലും നിർദ്ദേശങ്ങൾക്ക് വിധേയമായി കാലാകാലങ്ങളിൽ സംസ്ഥാന സർക്കാരിന് ഉചിതമെന്ന് കരുതുന്ന പൊതുവായ അല്ലെങ്കിൽ പ്രത്യേക നിർദ്ദേശങ്ങൾ ബോർഡിന് നൽകാം. കൂടാതെ ബോർഡ് അതിന്റെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിൽ ഇത്തരം നിർദ്ദേശം പാലിക്കണം. എന്നാൽ ഏതെങ്കിലും വഖഫ് രേഖയ്ക്കോ വഖഫിന്റെ ഏതെങ്കിലും പ്രയോഗത്തിനോ ആചാരത്തിനോ വിരുദ്ധമായി സംസ്ഥാന സർക്കാർ ഒരു നിർദ്ദേശവും പുറപ്പെടുവിക്കരുത്. വഖഫ് രേഖയായി വഖഫ് ബോർഡ് അംഗീകരിച്ച് കഴിഞ്ഞതിൽ വാക്കിഫ് പറഞ്ഞിട്ടുള്ളതിന് വിരുദ്ധമായി ഒരു നിർദ്ദേശവും സർക്കാർ നൽകാൻ പാടില്ല. അതായത് ഏതെങ്കിലും വഖഫ് ബോർഡോ ട്രൈബ്യൂണലോ ഒരു പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഡിസ്പ്യൂട്ട് ഉണ്ട് എങ്കിൽ അത്തരം കേസുകളിൽ സംസ്ഥാന ഗവൺമെന്റിന് ഒരു നിർദ്ദേശവും കൊടുക്കാൻ കഴിയില്ല. ഈ ഒരു സാഹചര്യം 2019 മെയ് മാസം 20-ാം തീയതി മുനമ്പത്തെ പ്രോപ്പർട്ടി മുഴുവൻ വഖഫ് പ്രോപ്പർട്ടിയാണെന്ന് ചരിത്രത്തിൽ ആദ്യമായി വഖഫ് ബോർഡ് കണ്ടെത്തി. അങ്ങനെ വഖഫ് പ്രോപ്പർട്ടി ആയിട്ട് കണ്ടെത്തുമ്പോൾ ജനാബ് സയ്യിദ് റഷീദ് അലി ചെയർമാൻ, മുസ്ലിം ലീഗിന്റെ നേതാവ്, UDFന്റെ നേതാവ് ചെയർമാൻ ആയിരിക്കും തന്നെയാണ് ഇത് വഖഫ് പ്രോപ്പർട്ടി ആയിട്ട് കണ്ടെത്തിയത്. അത്തരത്തിൽ കണ്ടെത്തിയ ഒരു പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ സെക്ഷൻ 97 ആപ്ലിക്കബിൾ അല്ല. 97 എന്ന് പറഞ്ഞാൽ 96ന്റെ തുടർച്ച ഒരിക്കലും ആപ്ലിക്കബിൾ അല്ല. അപ്പൊ ഒരിക്കലും ചെയ്യാൻ കഴിയാത്ത കാര്യം തനിക്ക് ചെയ്യാൻ കഴിയും, അതിന് 10 മിനിറ്റ് മതി എന്ന വാഗ്ദാനം കൊടുത്ത് ജനങ്ങളെ കബളിപ്പിച്ചു. ഒന്നാമത്തെ കാര്യം. ഇപ്പൊ രണ്ടാമത്തെ കാര്യം എന്താ? ഇവിടെ ഇത്തരത്തിൽ LDFന്റെ വഖഫ് ബോർഡ് എൻട്രി ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നില്ല. മറ്റൊരു ചാനലിൽ നിന്നാണ് ഞാൻ വരുന്നത്. അവിടെ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞത് ഡിസ്പ്യൂട്ടുള്ള പ്രോപ്പർട്ടി എൻട്രി ചെയ്യേണ്ട കാര്യമില്ല. നമുക്കറിയാം 2025 ഇന്ത്യയുടെ പാർലമെന്റിൽ ഈ നിയമ ഭേദഗതി വന്നേ. സെക്ഷൻ 3B എന്താ? ഫില്ലിംഗ് ഓഫ് ഡീറ്റെയിൽസ് ഓഫ് വഖഫ് ഓൺ പോർട്ടൽ ആൻഡ് ഡാറ്റാബേസ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ തരത്തിലുള്ള പ്രോപ്പർട്ടി, ഡിസ്പ്യൂട്ടഡ് പ്രോപ്പർട്ടിയാണോ, തർക്കമുള്ള പ്രോപ്പർട്ടിയാണോ, മുഴുവൻ പ്രോപ്പർട്ടിയും എൻ്റർ ചെയ്യണം 6 മാസത്തിനുള്ളിൽ. അത് എക്സ്റ്റെൻഡ് ചെയ്തു വീണ്ടും വരെ 5 മാസം. മെയ് മാസം 17 വരെ എക്സ്റ്റെൻഡ് ചെയ്തു. രാത്രി 12 മണിക്ക് ആ പോർട്ടൽ അവസാനിച്ചു. മെയ് മാസം 6 മുതൽ 15 വരെ കേരളത്തിൽ മുത്തവല്ലികൾ രജിസ്റ്റർ ചെയ്യാത്ത 386 പ്രോപ്പർട്ടി വഖഫ് ബോർഡ് അതിലേക്ക് രജിസ്റ്റർ ചെയ്തു. എന്നിട്ടും പറഞ്ഞു ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യണം. വഖഫ് ട്രൈബ്യൂണലിൽ കേസ് കൊടുത്തു. മെയ് മാസം 18-ാം തീയതി അത് പരിഗണിച്ച് ഉത്തരവായി. എന്നിട്ട് മെയ് മാസം 21-നാണ് മിനിസ്ട്രി ഓഫ് സെൻട്രൽ മൈനോറിറ്റി അഫയേഴ്സ് ഒരു കത്ത് തരുന്നത്, പോർട്ടൽ ഓപ്പൺ ആക്കിയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് അവസാന ദിവസം വരെ എടുത്തുകൊണ്ട് മുത്തവല്ലി എൻ്റർ ചെയ്തുകൊണ്ട് നിയമപരമായ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ് മാത്രമാണ് ചെയ്തത്. പിന്നെ കോൺഗ്രസ് പ്രതിനിധി പറയുന്നുണ്ട് കേസിൽ കിടക്കുന്നത് എൻ്റർ ചെയ്യേണ്ട. ഞാൻ പറയാം, സെക്ഷൻ 3B, when a disputed property is uploaded, the law requires that the details of all pending litigation, court states or tribunal disputes also be uploaded along with the property records to reflect its contested status accurately. അങ്ങനെ നിയമപരമായി പാർലമെന്റ് പാസാക്കി വഖഫ് നിയമത്തിൽ വന്ന ഭേദഗതിയുടെ
ഭാഗമായി കിട്ടിയ കാലാവധിയുടെ അവസാനത്തെ ദിവസം വരെ കാത്തിരുന്ന് ഈ പ്രോപ്പർട്ടി കേരളത്തിലെ മൊത്തം 386 പ്രോപ്പർട്ടി ആഡ് ചെയ്തതിന്റെ ഭാഗമായി ജസ്റ്റ് എൻട്രി, ഇത് രജിസ്ട്രേഷൻ അല്ല. രജിസ്ട്രേഷൻ ചെയ്തത് 2019 UDF ആണ്. ലീഗിന്റെ നേതാവ് അതിന്റെ ഭരണസമിതിയുടെ ഭാഗമായിട്ട് ഇരിക്കുമ്പോഴാണ്. അതുകൊണ്ട് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യം പറഞ്ഞ്, കള്ളം പറഞ്ഞ്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അത് ചെയ്യാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോ അതും LDFന്റെ തലയിലേക്ക് വയ്ക്കുന്ന വളരെ വികൃതമായ ഒരു സാഹചര്യത്തെ നമ്മൾ കാണുകയാണ്. ഈ പറഞ്ഞത് കേരളത്തിന്റെ നിയമമന്ത്രിയാണ്, ഈ പറഞ്ഞത് അഭിഭാഷകനാണ്. പാർലമെന്റ് പാസാക്കിയ നിയമം ഈ രാജ്യത്തെ നിയമത്തിന് വിരുദ്ധമായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ആ സെക്ഷൻ ദുർവിനിയോഗം ചെയ്യുന്ന തരത്തിൽ മിസ്ഇന്റർപ്രറ്റ് ചെയ്ത് വ്യാഖ്യാനിക്കുന്ന സാഹചര്യം നമ്മൾ കാണുകയാണ്. ഒരിക്കലും കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല. അവിടെ കരമടയ്ക്കാൻ അനുവദിച്ചത് LDF ആണ്. കരമടയ്ക്കാൻ അനുവദിക്കരുതെന്ന് പറഞ്ഞ് നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ചത് മുസ്ലിം ലീഗിന്റെ MLA ആണ്. ഇപ്പോഴും കരമടച്ച് പോക്കുവരവ് നടത്താനുള്ള തീരുമാനമെടുത്തത് LDF ആണ്. ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് ആ വിഷയങ്ങൾ ഒരു കൺസെൻസസിലൂടെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യം ഒരുക്കുന്നത് LDF ആണ്. ഈ സാഹചര്യങ്ങളിലെല്ലാം അവിടെ കൃത്യമായി പറഞ്ഞാൽ അത് വഖഫ് പ്രോപ്പർട്ടിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചവരാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള കള്ളവാഗ്ദാനമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവർ പറയുന്ന നുണ ജനം തിരിച്ചറിയും, തിരിച്ചറിയുക തന്നെ ചെയ്യും. ശരി വസന്ത, എനിക്ക് മറ്റു അതിഥികളിലേക്ക് പോകുന്നതിന് മുമ്പ് താങ്കൾക്ക് വേഗം മറുപടി പറയാം. അല്ല, ഞാനെന്താ മറുപടി പറയേണ്ടത്? അങ്ങ് ഒരു വേള പോലും ഇടപെടാതെ അരുൺകുമാറിന്റെ പ്രസംഗത്തിന് മുഴുവൻ സമയം കൊടുത്തില്ലേ? ഞാൻ എന്താ മറുപടി പറയേണ്ടത്? ഞാൻ സർക്കാരിന്റെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. അത് തന്നെ പരാതിപ്പെട്ട് തുറക്കാതെ മറുപടി പറയും. അധികാരത്തിൽ വരുന്നതിന് മുമ്പും ഞങ്ങളുടെ നിലപാട് അത് വഖഫ് ഭൂമിയല്ല എന്നുള്ളതാണ്. അല്ലല്ല, ഞാനത് പറയണ്ടേ? അത് പറയണ്ടേ? വളരെ കൃത്യമായി കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് ആധികാരികമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞു തന്നെയാണ് ഞങ്ങൾ വോട്ട് മേടിച്ചത്. ഈ വഖഫ് ഭൂമി എന്ന് ക്ലെയിമുള്ള മുനമ്പം അടങ്ങുന്ന സ്ഥലത്തെ ജനങ്ങളുടെ വോട്ട് കിട്ടിയിട്ടാണ് 102 സീറ്റിൽ മാൻഡേറ്റ് ഞങ്ങൾക്ക്. ആ പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങൾക്ക് അറിയാം, പരിഹരിക്കാൻ. പൊളിറ്റിക്കൽ ഡിസിഷൻ വഖഫ് ബോർഡിനെ പിരിച്ചുവിടണം എന്നുള്ളതാണ്. വഖഫ് ബോർഡിനെ പിരിച്ചുവിടണം, എന്നാൽ മാത്രമേ സർക്കാരിനുമായി യോജിച്ചു പോകുന്ന ഒരു വഖഫ് ബോർഡ് ഉണ്ടാവുകയുള്ളൂ. അതാണ് പൊളിറ്റിക്കൽ ഡിസിഷൻ. അത് ചെയ്യാൻ കോൺഗ്രസ് തയ്യാറാകുമോ എന്നാണ് അരുൺകുമാർ ചോദിക്കുന്നത്, ബഹുമാനപ്പെട്ട അരുൺകുമാർ ചോദിക്കുന്നത്. അതുകൊണ്ട് ബസന്ത് സാർ പറയണം, അതായത് ഈ വഖഫ് ബോർഡിനെ എന്താ സംശയം വിട്ട് പുതിയൊരു വഖഫ് ബോർഡിനെ ചേർക്കാനായിട്ടുള്ള ആർജവം കാണിക്കുമെന്നാണ് സാധാരണക്കാരായ പൊതുസമൂഹം വിശ്വസിക്കുന്നത്. അതിനുള്ള കഴിവ് സർക്കാരിനുണ്ട്, അല്ലെങ്കിൽ അധികാരം സർക്കാരിനുണ്ട്. അല്ല, എന്താ അതിൽ സംശയം? ഈ പറയുന്ന ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു, വളരെ സെൻസിറ്റീവായ ഒരു വിഷയം തുറന്നു പറയും. പൊളിറ്റിക്കൽ ലീഡർഷിപ്പുമായി ആലോചിക്കാതെ ഞങ്ങൾക്കുള്ള ഐഡിയകളിൽ ഞങ്ങൾക്ക് വളരെ കൃത്യമായി ഉള്ള പൊളിറ്റിക്കൽ ഡിസിഷനുകളുമായി ബന്ധപ്പെട്ട് ചേർന്നു പോകാത്തൊരു വഖഫ് ബോർഡിനെ ഇനി അവിടെ വെച്ചു പൊറിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിന് ഈ സർക്കാർ തയ്യാറാവുകയുമില്ല. വരും ദിവസങ്ങളിൽ ഈ സർക്കാരിൻ്റെ നിലപാടുകളുമായി ചേർന്ന് പോകാത്ത ഒരു വഖഫ് ബോർഡ് ചെയർമാനും വഖഫ് ബോർഡിൻ്റെ തലപ്പത്തിരിക്കില്ല. ആധികാരികമായി തന്നെ പറയാം. ഇത് ഓൺ റെക്കോർഡും ലൈവുമാണല്ലോ. അല്ലെങ്കിൽ അടുത്ത ദിവസം ഒരാഴ്ച കഴിഞ്ഞ് ഈ ചർച്ചയിൽ അങ്ങേക്ക് അല്ലെങ്കിൽ പേഴ്സണലായി എന്നെ വിളിച്ചു ചോദിച്ചോളൂ, നിങ്ങളിത് പറഞ്ഞല്ലേ ലൈവിലെന്ന്. സംസ്ഥാന ഗവൺമെൻറ്റിന് വളരെ കൃത്യമായ തീരുമാനങ്ങളുണ്ട്. ഞങ്ങൾ എല്ലാ കാര്യത്തിലും, ഈ കാര്യത്തിൽ മാത്രമല്ല, ഞങ്ങൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുണ്ടായ ഓരോ പിഴവുകളുടെ കാര്യത്തിലും നാടൊട്ടുക്ക് മൈക്കുവെച്ച് ഞങ്ങൾ നിലപാട് പ്രസംഗിച്ചിട്ടാണ് വോട്ട് മേടിച്ചത്. ആ നിലപാടുകൾ നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള വഴികളുണ്ട്. ആ വഴികളുമായി ചേർന്ന് പോകാത്ത വഖഫ് ബോർഡ് ചെയർമാനോ ആ നിലപാടുകളുമായി ചേർന്ന് പോകാത്ത ഏതെങ്കിലും ബോർഡോ കോർപ്പറേഷനോ ചെയർമാൻമാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ കടക്ക് പുറത്ത് എന്ന് അവരോട് പറയേണ്ടി വരും. അത് പറയാനുള്ള ആർജവവും തണ്ടലും ഈ സർക്കാരിനുണ്ട് എന്തായാലും. ശരി, പക്ഷേ ശ്രീ ജോസഫ് ബെന്നി, അങ്ങനെ നിയമാനുസൃതം ഇങ്ങനെ ഒരു സർക്കാരിന് ഈ വഖഫ് ബോർഡ് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് അല്ല, അതുകൊണ്ട് പുറത്താക്കുന്നു, അങ്ങനെ ചെയ്യാൻ കഴിയുമോ? ആരോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. കാരണം അങ്ങനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കാൻ മാത്രം ആരെങ്കിലും ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത്. അങ്ങനെയാണ് വഖഫ് ബോർഡ് ചെയർമാൻ കഴിഞ്ഞ ദിവസം പ്രസ്താവിച്ചത്. ആരോ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടാണ് ഇത് പെട്ടെന്ന് തീർക്കാൻ പറ്റുമെന്ന് പറഞ്ഞതെന്ന്. അതുകൊണ്ടാണ് ഞാനത് പിന്നീട് അത് കൃത്യമായിട്ട് ചോദിച്ചത്. ശ്രീ ജോസഫ് ബെന്നി, അങ്ങേക്ക് ഞാൻ പറയുന്നത് കേൾക്കാമോ? ഇപ്പോൾ ഈ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ് കഴിഞ്ഞ തവണത്തെ സർക്കാർ നടത്തിയത്. അതുകൊണ്ട് ഒരാഴ്ചക്കകം അത് പിരിച്ചുവിടുമെന്നാണ് ഇപ്പൊ ശ്രീ വസന്തും പറയുന്നത്. പക്ഷേ നിയമപരമായി അങ്ങനെ പറ്റുമോ?
ശ്രീ ജോസഫ് ബിന്നി അങ്ങേക്ക് കേൾക്കാമോ സർ? കേൾക്കാം. ശ്രീ അരുൺകുമാർ അങ്ങനെ ഇപ്പോ എന്നാ ശരി, ശ്രീ ബെന്നി വേഗം സംഭവിച്ചത് കർണാടകയിൽ സംഭവിച്ചത് അത് തന്നെയാണ്. സർക്കാർ ചെയ്യുന്ന കർണാടകയിൽ എന്താ സംഭവിച്ചത്? വഖഫ് ബോർഡ് ചെയ്യുകയാണെങ്കിൽ ആ വഖഫ് ബോർഡുമായി ചേർന്ന് പോകാൻ പറ്റില്ല എങ്കിൽ അവിടെ സെക്ഷൻ 97 എന്ന് പറയുന്നത് അതാണ്. ആ സെക്ഷൻ 97 ഒരു റിപ്പോർട്ട് സമർപ്പിച്ച് ആ റിപ്പോർട്ട് ശരിയായ രീതിയിലല്ല എങ്കിൽ ആ റിപ്പോർട്ട് തിരിച്ചയക്കാനും ആ തിരിച്ചയച്ച് അതിന് ശരിയായ രീതിയിൽ നടപടി എടുത്തില്ല എങ്കിൽ ആ വഖഫ് ബോർഡിനെ പിരിച്ചുവിടുന്നതിനും അധികാരം സർക്കാരിൽ നിക്ഷിപ്തമാണ്. അങ്ങനെ പിരിച്ചുവിടും. ശരി, ശ്രീ ഡിന്നി പറഞ്ഞിട്ടുള്ളത് ഈ സെക്ഷൻ 97 അപ്രായോഗികതയാണ് ശ്രീ അരുൺകുമാർ ചൂണ്ടിക്കാട്ടിയത്. ശ്രീ ഡിന്നി വരാം. ശ്രീ ജോസഫ് ബിന്നി, ശ്രീ എസ് ഡിന്നി. അതിനകത്ത് സെക്ഷൻ 99 ഉണ്ട്, പവർ ടു സൂപ്പർസീഡ് ബോർഡ് എന്ന് പറഞ്ഞു. കേൾക്കുന്നുണ്ടോ? അതിനകത്ത് സെക്ഷൻ 99 ഉണ്ട്, പവർ ടു സൂപ്പർസീഡ് ബോർഡ് എന്ന് പറഞ്ഞിട്ട്. ഈ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ് ഗവൺമെന്റ് ഒപ്പീനിയൻ ആ ബോർഡ് പെർഫോം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവർ പറഞ്ഞ രീതിയിൽ പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ അതിനെ സൂപ്പർസീഡ് ചെയ്യാനുള്ള അധികാരവും ആ ഇതിന് തന്നെ ഉണ്ട്. വേണമെങ്കിൽ അതിനെ ഫുൾ മാറ്റാനുള്ള അധികാരവും ഉണ്ട്. അപ്പം അധികാരം ഡെഫിനറ്റ്ലി സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്. അപ്പൊ ഈ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ആണ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത് കാര്യമൊന്നുമില്ല. സ്റ്റേറ്റ് ഗവൺമെന്റ് വിചാരിച്ചു കഴിഞ്ഞാൽ ആ ബോർഡിനെ ഇല്ലാതാക്കാൻ പറ്റും. അങ്ങനെ തന്നെയാണ് അതിപ്പോ അപ്പോയിന്റ് ചെയ്യുമ്പോൾ അതിനെ നാച്ചുറലി അതിന് അവരെ മാറ്റണമെങ്കിൽ അത് മാറ്റം ചെയ്യാമല്ലോ. അതിനകത്തൊന്നും പ്രശ്നമൊന്നുമില്ല. പ്രശ്നം ഇവിടെ പൊളിറ്റിക്കൽ വില്ലാണ്. ശ്രീ വേണു, ഈ സർക്കാർ അതായത് 10 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റും, ഞങ്ങൾ 10 മിനിറ്റ് കൊണ്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ട് 10 ദിവസം കഴിഞ്ഞിട്ടും അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇനി ആര് വന്നാലും ശരി, ഇപ്പൊ ശ്രീ ഹംസ ആയാലും ശരി, ശ്രീ ഹംസ കഴിഞ്ഞിട്ട് വേറെ ആര് വന്നാലും ഇതിന്റെ ശ്രീ വസന്തിന്റെ എനിക്ക് അദ്ദേഹത്തിന്റെ ഇന്റൻഷൻ എനിക്ക് എന്താ പറഞ്ഞാൽ ഞാൻ അതിനെ എഗ്രി ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഇന്റൻഷൻ നന്നായിരിക്കും ഇത് മാറ്റണമെന്നുള്ളത്. പക്ഷെ അത് നടക്കത്തില്ല. എന്തുകൊണ്ടാണ് നടക്കാത്തത്? ഹംസ ആയാലും ശരി വേറെ ആരായാലും ശരി അതിന്റെ ഫൈനൽ വേർഡ് മുസ്ലിം ലീഗ് ആയിരിക്കും പറയാൻ പോകുന്നത്. കാരണം നമുക്കറിയാം വർഷങ്ങളായിട്ട് കാലങ്ങളായിട്ട് ഈ വഖഫ് ബോർഡിന്റെ കംപ്ലീറ്റ് ആധിപത്യം മുസ്ലിം ലീഗിന്റെ കയ്യിൽ തന്നെയാണ്. അപ്പൊ മുസ്ലിം ലീഗ് അറിയാതെ ഒരു രീതിയിലുള്ള അപ്പോയിന്റ്മെന്റ് ചെയ്യുമെന്ന് നമ്മളെ ഈ പാനലിൽ ഇരിക്കുന്ന ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ? അതായത് മുസ്ലിം ലീഗിന്റെ ഒപ്പീനിയനും മുസ്ലിം ലീഗിന്റെ ആഗ്രഹപ്രകാരം അല്ലാതെ വേറെ ഏതെങ്കിലും വ്യക്തി അതിനകത്ത് വരുമോ? ഇല്ല. അപ്പം ഈ പൊളിറ്റിക്കൽ മാറ്റം വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനലി മുസ്ലിം ലീഗ് വിചാരിച്ചാൽ മാത്രമേ ഇതിനൊരു സൊല്യൂഷൻ വരത്തുള്ളൂ, അല്ലാതെ വരത്തില്ല. ഈ സാധനം തന്നെ ഇപ്പൊ തന്നെ ഇതിങ്ങനെ അവര് ഈ പോയി അവിടെ അപ്ലോഡ് ചെയ്യുന്ന പറഞ്ഞാൽ അത് അപ്ലോഡ് ചെയ്യുന്നത് വലിയ അത് കാര്യമൊന്നുമില്ല. ഓൾറെഡി BJPയുടെ സ്റ്റേറ്റ് ലീഡർഷിപ്പ് അവിടെ സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് അത് മാറ്റാനുള്ള പ്രൊവിഷൻസും ഉണ്ട്, അത് മാറ്റുകയും ചെയ്യും. അതിനകത്തൊന്നും വലിയ കാര്യം, അതൊരു ടെക്നിക്കൽ ഇഷ്യൂ മാത്രമാണ്. പക്ഷെ അതിന്റെ ഇന്റൻഷൻ ആണ് ഈ സമയത്ത് എന്തുകൊണ്ട് അവർ അങ്ങനെ കൊണ്ടുപോയി. കാരണം ഇതിനെ എങ്ങനെയെങ്കിലും ഒരു ലീഗൽ ആയിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ ലീഗലായിട്ട് വരുമ്പം ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റും. ഇവിടുത്തെ മുനമ്പത്തിന്റെ ആളുകളെ പറ്റിക്കാൻ പറ്റും. അയ്യോ ഞങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഇതിപ്പോ ഒരു നിയമപ്രശ്നത്തിലേക്ക് മാറി എന്നുള്ള രീതിയിലാണ്. അത് അല്ലെങ്കിൽ ഇതിനകത്ത് ഇപ്പൊ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി ഈ വഖഫ് ബോർഡിനെ പിരിച്ചുവിട്ടിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട. ശ്രീ വേണു, നമ്മളെല്ലാം കണ്ടതല്ലേ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് എന്തായിരുന്നു? ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് ക്ലിയർ ആയിട്ട് മുനമ്പം വിഷയത്തിൽ വന്നതല്ലായിരുന്നോ? അത് എന്തുകൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നില്ല? അപ്പൊ അങ്ങനെയൊക്കെയുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. ഇറ്റ് ഈസ് നോട്ട് എ ക്വസ്റ്റ്യൻ ഓഫ് ഒരു സെക്കൻഡ്, അതിനൊക്കെ ഉപചോദ്യങ്ങളുണ്ട്. അതല്ല, ഒരു സെക്കൻഡ് ശ്രീ ഡിന്നി, ഈ വഖഫ് ബോർഡിനെ പിരിച്ചുവിടാൻ ആ വഖഫ് ബോർഡ് ചെയ്തിരിക്കുന്ന തെറ്റെന്താണ് ശ്രീ ഡിന്നി? ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം. അതിനകത്ത് തെറ്റ് നമ്പർ ഇപ്പൊ ചെയ്തേക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ അപ്ലോഡ് ചെയ്യുന്നത് മുത്താവലി എന്ന് പറഞ്ഞിട്ട് അല്ല, ഞാൻ പറയാം ശ്രീ വേണു, അതിനകത്ത് വഖഫ് ബോർഡിന് ഡയറക്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാനുള്ള അധികാരമില്ല. അത് ചെയ്യേണ്ടുള്ളത് അതിന്റെ ഈ ഗവർണൻസ് ചെയ്യുന്ന മുത്തവലി എന്ന് പറഞ്ഞ ആളാണ്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോലും പറഞ്ഞല്ലോ. ആ ഒരൊറ്റ കാരണം പോരെ ഇതിനകത്ത് അവരെ പിരിച്ചുവിടാൻ. അപ്പൊ ഈ കാരണം പലതും ഉണ്ട്. അപ്പൊ അതിനകത്ത് ചെയ്യോ ഇല്ലയോ എന്നുള്ള ക്വസ്റ്റ്യൻ ഒന്ന്. ചെയ്തു കഴിഞ്ഞാലും എന്തെങ്കിലും ഗുണമുണ്ടോ എന്നാണ് രണ്ടാമത്തെ ചോദ്യം. ഞങ്ങളുടെ ആരോപണം അങ്ങനെ ഒരു ഗുണവും കൊണ്ടുവരാൻ അല്ല. മുത്താവലിയാണ് ഇത് ചെയ്യേണ്ടത്, കൈകാര്യം ചെയ്യുന്ന ആളാണ് ഇത് അപ്ലോഡ് ചെയ്യേണ്ടത്. ശരി, പക്ഷേ എന്തുകൊണ്ട് വഖഫ് ബോർഡിന് ഇത് ചെയ്യേണ്ടി വന്നു? അവിടെയാണ് കഴിഞ്ഞ വർഷം ഈ ഏപ്രിലിൽ വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടി തൊട്ടുള്ള കാര്യങ്ങൾ ഒരു പരമ്പരയായി സംഭവിക്കുന്നത് നാം കാണേണ്ടത്. അങ്ങനെ അതിന്റെ അവസാനത്തിലാണ് ഈ പറയുന്ന വഖഫ് ബോർഡിന്റെ ഇപ്പോഴത്തെ ഇടപെടലിന് സംഭവിക്കുന്നത്. ഇപ്പോൾ അന്ന് ഈ പറയുന്ന നിയമ ഭേദഗതി കൊണ്ടുവന്നപ്പോഴാണല്ലോ ഈ ഉമീദ് പോർട്ടൽ വന്നത്. ആ ഉമീദ് പോർട്ടലിൽ ഇതെല്ലാം അപ്ലോഡ് ചെയ്യണമെന്ന് പറയുന്നത് ആ വഖഫ് നിയമ ഭേദഗതിയുടെ ഭാഗമാണല്ലോ. അങ്ങനെ വരുമ്പോൾ തന്നെ അതിന് സമയപരിധി വെച്ചിരുന്നല്ലോ. അപ്പൊ ഇതെല്ലാം ബാധകമായിരുന്നു.
ഇവിടെ വഖഫ് ബോർഡിന്റെ കാലാവധി കഴിഞ്ഞിരുന്നു കഴിഞ്ഞ ഡിസംബറിൽ. പക്ഷെ അത് നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നു പിണറായി സർക്കാർ. ആ ഘട്ടത്തിലും വഖഫ് സംരക്ഷണ സമിതിയൊക്കെ കോടതിയിലേക്ക് പോയി. എന്നിട്ട് ഇത് പുനഃസംഘടിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നു. അപ്പോ അത് വഖഫ് ബോർഡിലേക്ക് ട്രൈബ്യൂണലിലേക്ക് പോകാൻ പറയുന്നു. ട്രൈബ്യൂണലിൽ സാവകാശം കിട്ടുന്നു. ആ സാവകാശത്തിനിടയിൽ ഇത് പുനഃസംഘടിപ്പിക്കാമെന്ന് പറയുന്നു. അങ്ങനെ അതിന്റെ പുനഃസംഘടിപ്പിക്കൽ നടക്കുന്നു. അപ്പോഴും അത് പൂർണ്ണമായും പുനഃസംഘടിപ്പിച്ചിട്ടില്ല. അതിനുശേഷം ഈ പറയുന്ന സമയം നീട്ടിക്കിട്ടിയതിന്റെയും പരിധി അവസാനിക്കുന്ന ഘട്ടത്തിലാണ് ഈ രജിസ്ട്രേഷൻ നടക്കുന്നത്. ഇപ്പൊ ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. ഈ വഖഫ് ബോർഡ് ഇപ്പോ ഏതാണ്ട് 56,000-ഓളം ഇത്തരം കാര്യങ്ങളാണ് കേന്ദ്രത്തിന്റെ നിയമ ഭേദഗതിയുടെ ഭാഗമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതെല്ലാം രാഷ്ട്രീയമായ തീരുമാനമായിരുന്നു എന്ന് ഡിന്നിക്ക് അഭിപ്രായമുണ്ടോ? ഇല്ല, നോക്കൂ ശ്രീ വേണു, അതിനകത്ത് പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഇതിനകത്ത് ഈ വഖഫ് ബോർഡിന് തന്നെ ഈ മുനമ്പം മാറ്റിവെച്ച് ബാക്കിയുള്ള അപ്ലോഡ് ചെയ്യാൻ വരുന്നല്ലോ. ഇതിനകത്തൊരു തർക്കം നടക്കുകയാണ്, അല്ലെങ്കിൽ ഇതിനകത്തൊരു ലീഗലായിട്ടൊരു ഇഷ്യൂ നടക്കുകയാണ്. ഇപ്പൊ സുപ്രീം കോടതിയിൽ അവർ പോയിട്ടുണ്ടല്ലോ. അതെന്തിനാ മാറ്റിവെക്കുന്നത്? അല്ല, അങ്ങ് പറഞ്ഞു ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവുണ്ടല്ലോ എന്ന്. ഒന്നാമത് സിംഗിൾ ബെഞ്ച്, അല്ല ഒരു സെക്കൻഡ്, ഒന്നാമത് സിംഗിൾ ബെഞ്ച് അത് വഖഫ് ആണെന്ന് പറയുന്നു. അതിനുശേഷം ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകുന്നു. ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകുമ്പോൾ അല്ല ഒരു സെക്കൻഡ്, CN രാമേന്ദ്രൻ നായർ കമ്മീഷന്റെ സാധുതയുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നിൽ എത്തുന്ന ഹർജി. പക്ഷെ അത് മറികടന്നിട്ട് ഇത് വഖഫ് അല്ല എന്ന് ഡിവിഷൻ ബെഞ്ച് പറയുന്നു. അതിനെ എതിർത്തുകൊണ്ട് സ്വാഭാവികമായും ഈ പറയുന്ന വഖഫ് ബോർഡും വഖഫ് സംരക്ഷണ സമിതിയും സുപ്രീം കോടതി പോകുമ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് എന്താ? ആ സ്റ്റേയും അതുമായി ബന്ധപ്പെട്ട നിരീക്ഷണവുമാണ്. അതെന്തായാലും ഇത് വഖഫ് അല്ല എന്ന രൂപത്തിലല്ല. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ വഖഫ് ബോർഡിന്റെ തുടർ നടപടികൾ. അങ്ങനെ എന്തുകൊണ്ട് കാണുന്നില്ല താങ്കൾ? ഞാൻ അവരുടെ നടപടിയെ ന്യായീകരിക്കുകയല്ല. സുപ്രീം കോടതിയുടെ ഏറ്റവും അവസാനത്തെ സ്റ്റേ അടക്കമുള്ള കാര്യങ്ങളാണ് നിലവിൽ ഈ കേസിൽ ഏറ്റവും അവസാനം നിൽക്കുന്നത് എന്നത് ശ്രീ ഡിന്നി എന്തുകൊണ്ട് കാണാതിരിക്കുന്നു? ഈ ഹൈക്കോടതിയിൽ മാത്രമായി എങ്ങനെയാണ് കാഴ്ചാ പരിമിതിയോടെ നിൽക്കുന്നത്? നോക്കൂ ശ്രീ വേണു, അങ്ങേക്ക് പറഞ്ഞത് മനസ്സിലാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വെച്ചാൽ ഇപ്പൊ സുപ്രീം കോടതി നിൽക്കുകയാണല്ലോ. സുപ്രീം കോടതി നിൽക്കുകയാണെങ്കിൽ അത് സബ് ജുഡീസ് മാറ്റർ ആണ്. ആ സബ് ജുഡീസ് മാറ്റർ എന്തിനാണ് ഇവര് വഖഫ് എന്ന് പറഞ്ഞ് അതിനാണ് അപ്ലോഡ് ചെയ്യുന്നത്? അതാണ് എന്റെ ചോദ്യം. അവിടാണ് നമ്മളെ ഈ മനസ്സിലാക്കാനുള്ള ഇതിന്റെ പിന്നിലുള്ള കളി. അല്ലേ, സബ് ജുഡീസ് ആയിരിക്കുന്ന എത്രയോ കാര്യങ്ങളുണ്ട്. അത് ഈ പറയും ഉമീദ് പോർട്ടലിൽ അങ്ങനെ ഇമ്മ്യൂണിറ്റി കൊടുത്തിട്ടുണ്ടോ? സബ് ജുഡീസ് ആയിരിക്കുന്ന ഒന്നും അല്ലല്ല ശ്രീ ഡിന്നി, സബ് ജുഡീസ് ആയിരിക്കുന്ന ഒന്നും ഉമീദ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യേണ്ടതില്ല എന്ന് ഈ നിയമ ഭേദഗതിയുടെ ഭാഗമായ ഒരു വ്യവസ്ഥയുണ്ടോ? നിയമ ഭേദഗതി വെച്ചുകൊണ്ട് പറയുന്നത് എന്താ? കോടതികളിൽ തർക്ക വിഷയമായി നിൽക്കുന്നതെല്ലാം അന്തിമമായി കോടതിയിൽ തന്നെ തീർപ്പാകട്ടെ. പക്ഷേ ഇത് അന്യാധീനപ്പെട്ടു പോകാതിരിക്കാൻ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുവകകളും ഉമീദ് പോർട്ടലിൽ ഇത്ര നാളിനുള്ളിൽ 6 മാസത്തിനകം അപ്ലോഡ് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ സർക്കാർ തന്നെയല്ലേ വ്യവസ്ഥ വെച്ചിരിക്കുന്നത്? ആയിക്കോട്ടെ, ഞാൻ അതാ പറഞ്ഞത്. ഇപ്പം ഇവര് പറയുന്ന രീതിയിലുള്ള സത്യസന്ധത ഉണ്ടെങ്കിൽ എന്താണ്, ഓരോരുത്തരും വന്ന് പറയുന്നു ഈ മുനമ്പം ആളുകളെ അവിടുന്ന് മാറ്റത്തില്ല, അവിടുന്ന് എല്ലാം ഒരു പരിഹാരം കാണും, അങ്ങനെ പറഞ്ഞ് LDF സർക്കാർ ആയാലും ശരി, UDF സർക്കാർ ആയാലും ശരി, മുസ്ലിം ലീഗ് ആയാലും എല്ലാവരും വന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവര് തന്നെ സ്വാധീനം ചെലുത്തുന്ന ഒരു വഖഫ് ബോർഡ് എന്തിനാണ് ഈ മുനമ്പത്തിന്റെ കാര്യം കൂടി അതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പോകുന്നതാണ് എന്റെ ചോദ്യം. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അവർക്ക് ഇവിടെ ഒരു പരിഹാരം കാണണ്ട, അല്ലെങ്കിൽ പരിഹാരം അവർ വിചാരിക്കുന്ന രീതിയിലേക്ക് വരണം. അത് ആ പോയിന്റ് നമ്മൾ മനസ്സിലാക്കുക. ഇതിനകത്ത് കൃത്യമായിട്ട് മുസ്ലിം ലീഗിന്റെ ഒരു ഇടപെടൽ ഉണ്ട്. അതിന് ആരെന്ത് പറഞ്ഞാൽ അങ്ങനെയെങ്കിൽ ഇതിനേക്കാൾ വലിയ വഞ്ചന കാണിച്ചത് കേന്ദ്ര സർക്കാരല്ലേ? ഇതിനേക്കാൾ വലിയ വഞ്ചന കാണിച്ച കേന്ദ്ര സർക്കാരല്ലേ? ഈ വഖഫ് നിയമ ഭേദഗതി വരുമ്പോ അതിന് മുൻകാല പ്രാബല്യം ഉണ്ടാകും, അങ്ങനെ മുനമ്പ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞല്ലോ. എന്നിട്ടല്ലേ ഈ നന്ദി മോദി അവിടെ നടത്തിയത്? ആ നന്ദി മോദി നടത്തിയപ്പോ ഒരു കേരളത്തിലൊരു മാധ്യമ പ്രവർത്തകൻ വളരെ ആവർത്തിച്ച് ചോദിച്ചല്ലേ റിജിജുവിനെ കൊണ്ട് സത്യം പറയിച്ചത്? അപ്പോഴല്ലേ റിജിജു പറഞ്ഞത് ഇതിന് നിയമപരമായ പരിഹാരം മാത്രമേ ഉള്ളൂ, ഈ നിയമ ഭേദഗതി കൊണ്ട് ഇതിന് പരിഹാരം ഉണ്ടാകില്ല, സംസ്ഥാന സർക്കാരാണ് തുടർ നടപടികൾ എടുക്കേണ്ടത്, കളക്ടറോടക്കം നിർദ്ദേശം നൽകേണ്ടത് എന്നൊക്കെ പറഞ്ഞപ്പോ ആദ്യം ആരാ വഞ്ചിച്ചത്? അങ്ങനെയെങ്കിൽ ശ്രീ വേണു, എത്ര ബാലിശമായിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്ത് വഞ്ചിച്ചെന്ന് പറഞ്ഞു? ഒരു ആക്ട്, അമെന്റ്മെന്റ് ആക്ട് മൊത്തം ഭാരതത്തിലേക്ക് കൊണ്ടുവരുമ്പം അതിനകത്തുള്ള എഫക്റ്റും അത് എല്ലാ സ്ഥലത്തും കിട്ടും. ഇപ്പൊ അങ്ങ് തന്നെ പറഞ്ഞില്ലേ ഒരു കളക്ടറിന്റെ. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളടക്കം ഉന്നയിച്ച ഈ ആശങ്ക ചോദിച്ചത് ബാലിശമാണോ? അല്ലെ, എന്നെ വിട്ടേക്കൂ ഡിന്നി, എന്നെ വിട്ടേക്കൂ. നിങ്ങൾ ഈ ബാലിശം എന്ന് പറയുന്നത് ജോസഫ് വിന്നിയെ പോലുള്ള ആളുകൾ ഇത് വിശ്വസിച്ചതിനെയാണ്. ജോസഫ് വിന്നി അതിനുള്ള മറുപടി ബാലിശമായിരുന്നോ ഇത്? ഇല്ല, ഞാൻ ഇല്ല, എന്റെ അടുത്ത് ചോദ്യം ചോദിച്ചിട്ട് പിന്നെ അങ്ങോട്ട് പോയി ഞാൻ അത് പറയാം. അങ്ങനെ വിശ്വസിച്ചിട്ടില്ല. ഞാൻ മുനമ്പത്ത് പറഞ്ഞോട്ടെ. പക്ഷേ പ്രശ്നം മാറില്ല എന്ന് കണ്ടപ്പോൾ ഈ അമെന്റ്മെന്റ് ബില്ലും പാസ്സാവുന്നതോടുകൂടി മുനമ്പത്തെ വിഷയം പരിഹരിക്കപ്പെടുമെന്നാണ് ഇവിടെയുള്ള എല്ലാ ആളുകളും സാധാരണക്കാരും വിശ്വസിച്ചിരുന്നത്. അത് വന്നപ്പോൾ
നീണ്ട കോടതി വ്യവഹാരങ്ങളിലൂടെ അല്ല, എങ്ങനെ വിശ്വസിച്ചു മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് കിരൺ റിജിജു എറണാകുളത്ത് വന്ന് സംസാരിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഈ പ്രശ്നം ഇവിടെ തീർന്നിട്ടില്ല എന്ന്. അതുകൊണ്ടാണ് കേരള സർക്കാരുമായി ചേർന്ന് നിന്ന് അല്ല, അതിനു മുൻപ് BJP നേതാക്കന്മാരൊക്കെ നിങ്ങളോട് പറഞ്ഞിരുന്നത് എന്താണ്? ശ്രീ ജോസഫ് ബെന്നി, BJP നേതാക്കളൊക്കെ നിങ്ങളോട് പറഞ്ഞിരുന്നത് എന്താണ്? അമെൻമെന്റ് ബില്ല് നിയമമാകുന്നതോടുകൂടി ഇവിടുത്തെ പ്രശ്നം തീരും, അതാണ് പറഞ്ഞിരുന്നത്. അങ്ങനെയല്ലേ പറഞ്ഞത്? ശരി, ശ്രീ ഡിന്നി മറുപടി. ബാലിശമെന്ന് താങ്കൾ പറഞ്ഞ കാര്യത്തിലുള്ള മറുപടി. JPCക്ക് മുന്നാലെ നോക്കൂ, അങ്ങയുടെ ഈ ഒരു വിഷയം തന്നെ, ഈ അമെൻമെന്റ് ആക്ട് വന്നില്ലായിരുന്നെങ്കിൽ ഇത് മൊത്തത്തിൽ ഇത്രയും പോലും ചർച്ചയാവത്തില്ലായിരുന്നു. അത് മനസ്സിലാക്കുക. ഇതൊക്കെ വന്ന ശേഷം തന്നെ ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരല്ല ശരി, ഇപ്പം ഈ 10 മിനിറ്റ് കൊണ്ട് ആദ്യത്തെ വാദം വിട്ടു, ഒന്നും ചെയ്തിട്ടില്ല. ഈ ആക്ട് വന്ന സമയത്ത് നമ്മൾ അല്ല, ബാലിശം തന്നെ. ബാലിശം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ശ്രീ വേണു, അങ്ങയുടെ ആ ഇടപെടൽ രീതിയിലുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതായത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അതിനകത്ത് ആ രീതിയിലേക്കുള്ളതാണ് ഞാൻ ന്യൂനതയാണെങ്കിൽ പോട്ടെ, ശരി, അത് എന്റെ ഒരു ന്യൂനതയാണല്ലോ, അത് പോട്ടെ. പക്ഷേ ജോസഫ് ബിന്നി പറഞ്ഞപ്പോ കാര്യങ്ങൾ വ്യക്തമായല്ലോ ഇപ്പൊ താങ്കൾക്ക്. ജോസഫ് ബിന്നിയൊക്കെ ഞങ്ങൾ അദ്ദേഹമായിട്ട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്, പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്, ആ മുനമ്പത്ത് പോയി സംസാരിച്ചിട്ടുണ്ട്. ഒരു കാരണത്തിലാതെ നിങ്ങൾ മനസ്സിലാക്കുക, ഈ വിഷയത്തിൽ ഈ ഒരു അമെൻമെന്റ് ആക്ട് കൊണ്ടുവന്ന് അതിനകത്ത് പല പ്രൊവിഷൻസ് വഴി ഇതിനകത്ത് സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ അത് ചെയ്യാതിരിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. BJP അല്ല ഇവിടെ ഭരിക്കുന്നത്. BJP സർക്കാരായിരുന്നു ഇവിടെ ഭരിക്കുന്നെങ്കിൽ ഈ സ്റ്റേറ്റ് നേരത്തെ പറഞ്ഞ 10 മിനിറ്റിനുകൊണ്ട് ഇത് ചെയ്യാമായിരുന്നു. UP സർക്കാരിലും മറ്റു സ്ഥലത്തും ഇതേ കാര്യങ്ങളിൽ പല സ്ഥലത്തും അത് സോൾവ് ആയിട്ടുണ്ട്. ഇവിടെ ആവാത്തത് ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ്, നേരത്തെ ഭരിച്ച കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റും ഇപ്പൊ ഭരിക്കുന്ന കോൺഗ്രസ് ഗവൺമെന്റും അവര് മടിച്ചു നിൽക്കുന്നത്, ആരൊക്കെയോ പേടിച്ച്, ആരൊക്കെയോടെയൊക്കെ വോട്ട് പോകുന്നതിന് പേടിച്ച് നിൽക്കുന്നതുകൊണ്ടാണ്. BJP സർക്കാർ ആയിരുന്നെങ്കിൽ ഈ അമെൻമെന്റ് ആക്ടിന്റെ പ്രൊവിഷൻ വെച്ച് തന്നെ നമുക്ക് ചെയ്യാമെന്ന്. അത് ഈ ശരി, കേരളത്തിലൊരു BJP സർക്കാരിന് വരണം. കേന്ദ്ര സർക്കാർ ഉണ്ടെങ്കിൽ നടക്കില്ല. അല്ല, കേന്ദ്ര സർക്കാർ ഉണ്ടെങ്കിൽ നടക്കില്ല. കേരളത്തിലൊരു BJP സർക്കാർ ഉണ്ടായെങ്കിലേ ഇനിയിപ്പോ മുനമ്പ പരിഹരിക്കാൻ കഴിയുമെന്നാണ് ശ്രീ ഡിന്നി പറയുന്നത്. അരുൺ കയ്യുയർത്തിയത് ഞാൻ കണ്ടു, വസന്ത് ചിരിക്കുന്നതും കണ്ടു. രണ്ടുപേരിലേക്കും വരാം. ശരി ശ്രീ ഡിന്നി, ശരി. അല്ല, ചിരിച്ചോട്ടെ, നിങ്ങൾക്ക് ചിരിക്കാം, കൈയൊക്കെ ചെയ്യാം. പക്ഷെ ഞാൻ പറഞ്ഞു വെച്ചാൽ നിങ്ങൾ ഇതൊരു ഫെഡറൽ സിസ്റ്റം അല്ലേ, ഞങ്ങളാണോ ഇവിടെ ഭരിക്കുന്നത്, അത് മനസ്സിലാക്കുക ആദ്യം. മറ്റേ എയിംസ് വന്നതുപോലെയാണോ? ശരി, ഞാൻ ഇടവേളയ്ക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം ശരി, ശ്രീ KS അരുൺകുമാർ, 2 കാര്യങ്ങൾക്ക് വേഗം മറുപടി. ഒന്ന്, ഇവിടെ പറയുകയായിരുന്നു ശ്രീ ഡിന്നിയും എന്താ പറയണ്ട ജോസഫ് ബിന്നിയും ഒക്കെ പറയുന്നുണ്ടായിരുന്നു സെക്ഷൻ 97 പ്രകാരം ഉടനെ തന്നെ ഈ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആയിരിക്കുന്ന ഈ സംവിധാനത്തെ പിരിച്ചുവിടാൻ കഴിയുമെന്ന്. താങ്കൾ മറിച്ചാണ് പറഞ്ഞത്. അതിലൊരു വ്യക്തത വരുത്താമോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, കേരളത്തിൽ BJP സർക്കാർ വന്നാൽ 10 മിനിറ്റ് പോലും വേണ്ട ഈ പ്രശ്നപരിഹാരത്തിനെന്ന് ശ്രീ ഡിന്നി പറഞ്ഞതിനുള്ള മറുപടി. ശ്രീ അരുൺ, 99 ആണ്, സെക്ഷൻ 99 ആണ്. 97 പ്രകാരം ഞാൻ പറയാം. 97 പ്രകാരം ബോർഡോ ട്രൈബ്യൂണലോ പരിഗണിച്ച പെൻഡിംഗ് ഉള്ള ഒരു കേസിൽ ഗവൺമെന്റ് ഇടപെടാൻ പാടില്ല എന്നുള്ളതാണ്. അതാണ് ആദ്യം പറഞ്ഞത്. 2, ബോർഡിനെ പിരിച്ചുവിടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെക്ഷൻ 99. ബോർഡിനെ പിരിച്ചുവിടണമെങ്കിൽ സെക്ഷൻ 99 പ്രൊവൈസോ ഉണ്ട്. ഞാൻ വായിക്കാം. The power of the state government under this section shall not be exercised unless there is a prima facie evidence of financial irregularity, misconduct or violation of provision of this act. നിങ്ങൾ ഈ ആക്ട് ഒന്ന് നോക്കണം. ബഹുമാനപ്പെട്ട ഇവിടുത്തെ 2 പ്രധാനപ്പെട്ട ചർച്ചയിൽ പങ്കെടുത്ത വ്യക്തികളും കോൺഗ്രസ് പ്രതിനിധിയും, ഒന്നെങ്കിൽ ഫിനാൻഷ്യൽ മിസ്അപ്രോപ്രിയേഷൻ കാണിക്കണം, 2 മിസ്കോണ്ടക്ട് കാണിക്കണം, 3 ഈ നിയമത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കണം. 2019 ഇതേ വഖഫിന്റെ ബോർഡ് കോൺഗ്രസിന്റെ ബോർഡാണ്, UDFന്റെ ബോർഡാണ്, ലീഗിന്റെ നേതാവാണ് അതിന്റെ തലവൻ. ആ ബോർഡ് എടുത്ത തീരുമാനം അങ്ങനെ നിലനിൽക്കെ ആ തീരുമാനപ്രകാരം മുന്നോട്ട് പോകുന്നതാണോ ഇപ്പോഴത്തെ ബോർഡ് ചെയ്യുന്ന തെറ്റ്? 2, ട്രൈബ്യൂണലിൽ ഇപ്പോൾ അപ്പീൽ പെൻഡിങ് നിൽക്കുന്നു. ആ ട്രൈബ്യൂണലിൽ അപ്പീൽ പെൻഡിങ് നിൽക്കുമ്പോൾ മുൻ ബോർഡ് എടുത്ത തീരുമാനത്തോടൊപ്പം നിൽക്കുന്നതാണോ തെറ്റ്? അതോ ഇന്ത്യയുടെ പാർലമെന്റ് പാസാക്കിയ നിയമപ്രകാരം 6 മാസത്തിനുള്ളിൽ, പിന്നീട് 5 മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് 11 മാസത്തിനുള്ളിൽ എല്ലാ വഖഫ് പ്രോപ്പർട്ടിയും രജിസ്റ്റർ ചെയ്യപ്പെട്ടത്, കേസിലുള്ളത്, തർക്കമുള്ളത്, വഖഫുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ പോർട്ടലിലേക്ക് എൻട്രി ചെയ്യണമെന്ന നിയമം
കൃത്യമായി പാലിച്ചതാണോ തെറ്റ്? ഏതു തെറ്റിന്റെ പേരിലാണ് ഇപ്പോഴത്തെ വഖഫ് ബോർഡിനെ പിരിച്ചുവിടണം, ഒരാഴ്ചക്കുള്ളിൽ പിരിച്ചുവിടും എന്ന് നിങ്ങൾ പറഞ്ഞത്? അത് നിങ്ങൾ പറയണം. ഇത് കശുവണ്ടി ബോർഡല്ല, കയറിന്റെ ബോർഡല്ല, അതുപോലെ ബാംബു കോർപ്പറേഷന്റെ ബോർഡല്ല. ഇത് ക്വാഷി ജുഡീഷ്യൽ ആയിട്ട് നിയമപ്രകാരമുള്ള ബോർഡാണ്. ആ ബോർഡിനെ ഒരാഴ്ചക്കുള്ളിൽ പിരിച്ചുവിടുമെന്ന് കോൺഗ്രസ് നേതാവ് പറഞ്ഞത് പൊതുസമൂഹത്തിലുണ്ട്. ഇപ്പൊ NGO അസോസിയേഷൻ കത്ത് കൊടുത്തല്ലോ, ഇന്ന ആളുകളെ ഇങ്ങോട്ടൊക്കെ നിയമിക്കണം, അസോസിയേഷന്റെ കത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞതുപോലെ പിരിച്ചുവിടാൻ കഴിയുന്ന ബോർഡാണോ എന്ന് നിയമമന്ത്രി തന്നെ മറുപടി പറയട്ടെ. രണ്ടാമത്തെ കാര്യം, ഇവിടെ 10 മിനിറ്റിനുള്ളിൽ ഇത് ചെയ്യുമെന്ന് ഒന്ന് ചെയ്ത് കാണിച്ചതാ. ഇപ്പൊ ഒറ്റ പറയുന്നത് ഇത് അപ്ലോഡ് ചെയ്തല്ലോ, അതുകൊണ്ട് ഇനി ചെയ്യാൻ കഴിയില്ല എന്നാ. ഒറ്റ കാര്യം, അപ്ലോഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് നിയമപരമായി ചെയ്യേണ്ട കാര്യം മാത്രം. അതൊരിക്കലും ഏതെങ്കിലും വകുപ്പെടുത്ത് പ്രയോഗിക്കുന്നതിന് തടസ്സമല്ല. 10 മിനിറ്റ് എന്ന് പറയുന്നത് അദ്ദേഹം തെറ്റിദ്ധരിക്കപ്പെട്ട് നിയമത്തിന്റെ അടിസ്ഥാന കാര്യങ്ങൾ പോലും നോക്കാതെ, ഈ വഖഫ് നിയമ ഭേദഗതിയോ നിയമമോ നോക്കാതെ പറഞ്ഞതാണ്. അത് അദ്ദേഹത്തിന് തന്നെ പിൻവലിക്കേണ്ടി വരും. അരുൺകുമാർ, ഇവിടെ ഈ വഖഫ് ബോർഡ് ഈ മുനമ്പം അപ്ലോഡ് ചെയ്യുന്നതിന് എങ്ങനെയാണ് മുത്തവല്ലി സ്റ്റേറ്റസ് എടുത്തത്? യെസ്, അതിന്റെ കാരണം മുത്തവല്ലി വഖഫ് പ്രോപ്പർട്ടി നോക്കി നടത്തുന്ന ആളാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുനമ്പത്തെ ഡിസ്പ്യൂട്ട് ആരംഭിക്കുന്ന 1950-ലാണ്. 50 മുതൽ 69 വർഷം 2019 വരെ ഇതൊരു വഖഫ് പ്രോപ്പർട്ടിയായി ഡെസിഗ്നേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. വഖഫ് പ്രോപ്പർട്ടിയായി അത് കൃത്യമായി രജിസ്റ്റർ ചെയ്തത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ UDFന്റെ ഭരണസമിതി ഉള്ളപ്പോഴാണ്. അതിന്റെ ഉത്തരവ്, ആ ഉത്തരവിന്റെ 4-ാം പേജ് ഞാൻ വായിക്കാം, ഒറ്റ വരി മതി. ദി ഫോർത്ത് റെസ്പോണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ സെക്രട്ടറി ഫറൂഖ് കോളേജ് മാനേജിംഗ് കമ്മിറ്റിയാണ്. ദി ഫോർത്ത് റെസ്പോണ്ടന്റ് മുത്തവല്ലി ഈസ് ഡയറക്റ്റഡ് ടു സബ്മിറ്റ് ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ അണ്ടർ ദി സെക്ഷൻ 36 ഓഫ് ദി വഖഫ് ആക്ട് വിത്തിൻ 15 days ഫ്രം ദി ഡേറ്റ് ഓഫ് ദി റിസീപ്റ്റ് ഓഫ് ദിസ് ഓർഡർ. ഈ ഉത്തരവിന് 15 ദിവസത്തിനിടയിൽ 4-ാമത്തെ എതിർകക്ഷിയായ ഫറൂഖ് കോളേജ് മുത്തവല്ലിയായി ഇത് രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ രജിസ്റ്റർ ചെയ്തില്ല എങ്കിൽ if the property fourth respondent party failed to submit application for registration, junior superintendent Kerala State Waqf Board Ernakulam shall suo motu register the property covered by the Waqf deed such and such. അതായത് ഫോർത്ത് റെസ്പോണ്ടന്റ് ഫറൂഖ് കോളേജ് അത് ചെയ്തില്ലെങ്കിൽ വഖഫ് ബോർഡ് സ്വമേധയാ രജിസ്റ്റർ ചെയ്യുകയാണ്. അതുകൊണ്ട് മുനമ്പം പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ മുത്തവല്ലി ഇല്ല. മുത്തവല്ലി എന്ന് പറഞ്ഞാൽ വഖഫ് ബോർഡ് തന്നെയാണ്. വഖഫ് ബോർഡിന്റെ സൂപ്രണ്ടന്റ് ആണ് മുത്തവല്ലിയായിട്ട് പ്രവർത്തിക്കുന്നത്. പാർലമെന്റ് പാസാക്കിയ നിയമപ്രകാരം മുത്തവല്ലിയുടെ ആബ്സെൻസിൽ വഖഫ് ബോർഡാണ് ചെയ്യുന്നത്. അത് നിയമപരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഏതെങ്കിലും ഇല്ലീഗാലിറ്റി അതിലുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചാൽ അതിന് മറുപടി പറയാം. ശരി, അതാണ് വസന്തിന്റെ ആർഗ്യുമെന്റിന്റെ അടിസ്ഥാനമായി ഉണ്ടായിരുന്നത്. അരുൺ സാറിന്റെ ഈ സംസാരം മുഴുവൻ കേൾക്കുമ്പോൾ എല്ലാവർക്കും തോന്നുന്നത് അരുൺ സാറ് വഖഫ് ബോർഡിന് കുട പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ പോലെ തന്നെയാണ് തോന്നുന്നത്. കാരണം 1950-ൽ സിദ്ദിഖ് സേട്ട് ഈ ഭൂമി ഫറൂഖ് കോളേജിന് കൊടുക്കുമ്പോൾ ഫറൂഖ് കോളേജിന്റെ വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ഈ ഭൂമി ഫറൂഖ് കോളേജിന് സിദ്ദിഖ് സേട്ട് കൊടുക്കുന്നത്. ഇപ്പൊ സംസാരിച്ച് പറഞ്ഞു വരുമ്പോൾ ഇത് വഖഫ് പ്രോപ്പർട്ടി ആയിട്ട് സിദ്ദിഖ് സേട്ടു വഖഫ് ബോർഡിന് കൊടുത്തതുപോലെയുള്ള ഒരു സംസാരമാണ് ഈ പൊതുസമൂഹം മുഴുവനും കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങ് ഒരിക്കലും അങ്ങനെ പറയല്ലേ. കാരണം വഖഫ് ബോർഡ് തന്നെയാണ് ഞങ്ങളുടെ എല്ലാ ചതികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിയമവിരുദ്ധമായി വഖഫ് രജിസ്റ്ററിൽ ഉൾപ്പെടുത്തി എന്നുള്ളത് ഏറ്റവും വലിയ തെറ്റ്. രണ്ടാമത്തത് ഈ വഖഫ് ബോർഡ് എന്തുകൊണ്ട് ട്രൈബ്യൂണലിൽ കേസ് നടക്കുമ്പോൾ ട്രൈബ്യൂണൽ ജഡ്ജി ഏപ്രിൽ മാസം 19-ാം തീയതി 2025 മുമ്പ് വിധി പറയുമെന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ ഹൈക്കോടതിയിൽ പോയി സ്റ്റേ മേടിച്ചത് എന്തിന്? ഇപ്പോൾ നിയമവിരുദ്ധമായി വഖഫ് രജിസ്റ്ററിൽ പെടുത്തിയ ഭൂമി അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടം ഫ്രീ ആയിട്ട് ഈ ജനതയ്ക്ക് വേണ്ടി വാദം നടത്തി. വളരെ ശക്തമായ വാദത്തിലാണ് 2025 ഡിസംബർ മാസം 20-ാം തീയതി ഒരു മാസത്തിനുള്ളിൽ അവർക്ക് ആർക്കെങ്കിലും നിയമപരമായി എന്തെങ്കിലും ഡോക്യുമെന്റ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് തരണമെന്ന് വഖഫ് ട്രൈബ്യൂണലിൽ ചോദിച്ചപ്പോൾ വീണ്ടും അവർ ചെയ്തത് മാർച്ച് 23 വരെ വഖഫ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ പോയി അതിനും സ്റ്റേ മേടിച്ചു. അതിനുശേഷം ഇവിടെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്ന് അക്കമിട്ട് അടിവരയിട്ട് പറഞ്ഞപ്പോൾ വഖഫ് സംരക്ഷണ വേദി മാത്രമേ സുപ്രീം കോടതിയിൽ പോവുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. അതിനുശേഷം വഖഫ് ബോർഡ് ആ പരാമർശത്തിനെ നീക്കാൻ വേണ്ടി വീണ്ടും സുപ്രീം കോടതിയിലേക്ക് പോയി. അങ്ങനെ നിയമവിരുദ്ധമായി ഈ താമസക്കാരെ മത്സ്യത്തൊഴിലാളികളെ പാർശ്വവൽക്കരിച്ച് എന്തോ ഒരു വലിയ തട്ടിപ്പ് നടത്തുന്നതിന് പിന്നിൽ നിൽക്കുന്ന വഖഫ് ബോർഡും കൂട്ടരെയും അങ്ങ് ഒരിക്കലും ന്യായീകരിക്കല്ലേ. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അരുൺ സാറിൻ്റെ അടുത്ത്. ശരി, ശ്രീ അരുൺകുമാർ. മിസ്റ്റർ വേണു, ഒരു മിനിറ്റ്.
യെസ് മിസ്റ്റർ വേണു, ഒരു മിനിറ്റ്. വ്യക്തിപരമായിട്ടുള്ള ആരോപണം കൂടിയാണല്ലോ. ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് കഴിയുന്ന തരത്തിൽ പഠിച്ചു നോക്കിയ ആളാണ്. എന്താണ് വഖഫ് പ്രോപ്പർട്ടി? കംപ്ലീറ്റ് ഡെഡിക്കേഷൻ ടു അള്ളാഹ് ആണ്. അങ്ങനെ കൊടുക്കുമ്പോൾ ഒരിക്കലും കണ്ടീഷൻ പാടില്ല. ഇതിന്റെ ആദ്യ ആധാരത്തിൽ തന്നെ, ഡോക്യുമെന്റിൽ തന്നെ കണ്ടീഷൻ ഉണ്ട്. ഒന്ന്, വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത് ഉപയോഗിക്കാവൂ. ആ വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചില്ലെങ്കിൽ അത് തിരിച്ച് ആരാണോ കൊടുത്തത് അവരിലേക്ക് തിരിച്ചു വരും എന്നത് ഉൾപ്പെടെ 3 കണ്ടീഷൻ ഉണ്ട്. അതുകൊണ്ട് ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്നുള്ള കാര്യം അറിയാം. ഞാൻ നിയമപരമായി ഇതുവരെ വന്ന വിധികളും ജഡ്ജ്മെന്റുകളും സുപ്രീം കോടതിയുടെ അടക്കം സ്റ്റേ ഉത്തരവുകളും എല്ലാം പരാമർശിച്ച് ഇതിന്റെ നിയമസ്ഥിതിയാണ് പറഞ്ഞത്. LDFന്റെ പൊസിഷൻ ക്ലിയർ ആണല്ലോ. ഒരാളെ പോലും അതിൽ നിന്ന് ഒഴിപ്പിക്കില്ല. എന്തിനാ ജുഡീഷ്യൽ കമ്മീഷൻ വെച്ച്? ഈ വിഷയത്തിൽ ജുഡീഷ്യൽ കമ്മീഷന് യാതൊരു പവറും ഇല്ലെന്നറിയാം. പക്ഷേ ഒരു കൺസെൻസസ് ഉണ്ടാക്കാൻ, ഒരാളെ പോലും അവിടുന്ന് കുടിയൊഴിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ, ജനിച്ച നാട്ടിൽ അന്തസ്സോടെ ജീവിക്കാൻ, പണം കൊടുത്ത് വാങ്ങിച്ച ഭൂമിയിൽ അന്തസ്സോടെ സംശയം ചോദിച്ചോട്ടെ? അല്ലല്ല, ഈ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണിത്. കണ്ടീഷണൽ വഖഫാണ് എന്ന ഒരു വ്യാഖ്യാനം അതിനുണ്ടായിരുന്നു. പക്ഷേ അങ്ങ് നിയമം കൂടെ അറിയുന്നതും ഇത് പഠിച്ചതുമായ ഒരാളാണല്ലോ. വരാം. അരുൺ, ഇപ്പോ ഭൂമി വഖഫ് ചെയ്യുന്നു എന്ന് എഴുതപ്പെട്ടതിന് താഴെ എന്ത് കണ്ടീഷൻ രേഖപ്പെടുത്തിയാലും വസ്തു രജിസ്ട്രേഷൻ ഓഫീസിൽ വഖഫായി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അതിനെ വഖഫായി തന്നെ പ്രഖ്യാപിക്കണമെന്ന് വഖഫ് നിയമത്തിൽ പറയുന്നുണ്ട്. അപ്പൊ കണ്ടീഷണാലിറ്റീസ് ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും വഖഫ് എന്ന രൂപത്തിൽ മാത്രമല്ലേ ഇത് രജിസ്റ്റർ ചെയ്യാൻ കഴിയൂ. പക്ഷേ ഇതിൽ അനുകൂലവും പ്രതികൂലവുമായിട്ട് നിരവധി സുപ്രീം കോടതി വിധികളുണ്ട്. കണ്ടീഷൻ വച്ച് ഒരിക്കലും വഖഫ് ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് നിയമത്തിൽ പരമാവധി ജഡ്ജ്മെന്റ് പറയുന്നത്. കണ്ടീഷണൽ ആയിട്ട് എഴുതി വെച്ചാൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ കണ്ടീഷണൽ രജിസ്ട്രേഷൻ എന്നൊരു കാര്യമില്ല അരുണെ. അത് വഖഫായി തന്നെ രജിസ്റ്റർ ചെയ്യാൻ പറ്റൂ. വഖഫായി രജിസ്റ്റർ ചെയ്താൽ പിന്നെ വഖഫ് നിയമത്തിൽ അത് വഖഫ് തന്നെയാണ്. അതെ, പക്ഷേ ഈ കണ്ടീഷന്റെ തിരിച്ചും മറച്ചും പരമോന്നത നീതിപീഠം തന്നെ വിധി പറഞ്ഞിട്ടുണ്ട്. അല്ല ഞാൻ പറയട്ടെ, തിരിച്ചും മറച്ചും വിധിയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വഖഫ് ബോർഡ് ഉത്തരവ് 2019 വച്ചത് ചലഞ്ച് ചെയ്ത് ട്രൈബ്യൂണൽ കേസാണ്. ട്രൈബ്യൂണലിൽ നിരവധി എവിഡൻസുകൾ ഹാജരാക്കിയിട്ടുണ്ട്. ഇതിൽ അപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഒരു വാക്ക് പറഞ്ഞു, ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ലെന്നൊരു വാക്ക് പറഞ്ഞു. ഇതിന്റെ ശരിക്കും നിയമപ്രകാരം ബോർഡിന്റെ ഒരു തീരുമാനത്തിനെതിരെ അപ്പീലേറ്റ് അതോറിറ്റി ട്രൈബ്യൂണലാണ്. ഹൈക്കോടതിക്ക് റിവിഷണൽ ജൂറിസ്ഡിക്ഷൻ ഉള്ള അപ്പീൽ അതോറിറ്റി അപ്പീൽ പരിഗണിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ റിവിഷണൽ ജൂറിസ്ഡിക്ഷൻ ഉള്ള ഹൈക്കോടതി അതിലൊരു കമന്റ് പറഞ്ഞത് ശരിയായില്ല. അതുകൊണ്ടാണ് സുപ്രീം കോടതി ആ വാക്ക് മാത്രമേ സ്റ്റേ ചെയ്തിട്ടുള്ളൂ. എന്റെ മുന്നിൽ ആ സുപ്രീം കോടതി വിധിയുണ്ട്. ഒരൊറ്റ വാക്ക് മാത്രമാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തത്. ബാക്കിയെല്ലാം അതേ രൂപത്തിൽ തന്നെ തുടരാനാണ് പറഞ്ഞിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ആ വിധിന്യായം വന്നത് 12/12/2025 അതിൽ പറഞ്ഞിരിക്കുന്ന വാക്ക്, ഇൻ ദി മീൻ വൈൽ ദ ഡിക്ലറേഷൻ ഇൻ ദി ഇംപ്യൂഗ്ഡ് ഓർഡർ ദാറ്റ് ദ പ്രോപ്പർട്ടി ഇൻ ക്വസ്റ്റ്യൻ ഈസ് നോട്ട് എ സബ്ജക്ട് മാറ്റർ ഓഫ് വഖഫ്, നോട്ട് എ സബ്ജക്ട് മാറ്റർ ഓഫ് വഖഫ് എന്ന് പറഞ്ഞത് മാത്രമാണ് ഷാൽ റിമൈൻ സ്റ്റേഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ LDFന്റെ സ്റ്റാൻഡ് ക്ലിയർ ആണ്. ഒരാളെ പോലും ഒഴിപ്പിക്കാൻ പറ്റില്ല. എന്താണോ കൺസെൻസസോ അതിന്റെ എന്താണോ ചെയ്യാൻ കഴിയും? ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഗവൺമെന്റിന് അതിൽ ആക്ഷൻ എടുക്കാം, ആക്ഷൻ ടേക്കൻ റിപ്പോർട്ട് എടുക്കാം. ഇത്തരം കാര്യങ്ങൾ പരമാവധി നിയമസഹായം കൊടുക്കാം, ഏതറ്റം വരെ പോകാം. പക്ഷേ 2019 ബോർഡിന്റെ ഉത്തരവ് മറച്ചു വെച്ചുകൊണ്ട് എനിക്ക് ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിയുമോ? എന്തുകൊണ്ടാണ് പാർലമെന്റ് പാസാക്കിയ നിയമം ബോർഡ് അംഗീകരിക്കേണ്ടി വന്നത് എന്നതിനെ കുറിച്ച് എനിക്ക് മറച്ചു വെക്കാൻ കഴിയോ? അതുകൊണ്ട് മുനമ്പം സമരസമിതിയുടെ നേതാവ് ജോസഫ് ബെന്നി തെറ്റിദ്ധരിക്കരുത്. എന്റെയും പാർട്ടിയുടെയും എല്ലാം പാർട്ടിയുടെ നിലപാടാണ് ഞാൻ പറയുന്നത്. വ്യക്തി എന്ന രൂപത്തിലല്ല ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. LDFന്റെ നയം ക്ലിയർ ആണ്. ആ ക്ലിയറായ നയം നിങ്ങൾക്ക് ബോധ്യമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി അന്നും ഇന്നും നിയമസഭയിൽ KN ഉണ്ണികൃഷ്ണൻ MLA അടക്കം നിലകൊണ്ട് എല്ലാ തരത്തിലും സഹകരിച്ചത് ഞങ്ങളാണ്. എന്നും ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും. അതിന് ഭരണത്തിലുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അല്ല. ശരി. മാത്രമല്ല ശ്രീ ജോസഫ് ബെന്നി, അങ്ങ് വഖഫ് ബോർഡ് പല ഘട്ടങ്ങളിലായി അപ്പീലിന് പോകുന്നു എന്ന് പറയുമ്പോൾ അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കാസി ബോഡിയാണത്, കാസി ജുഡീഷ്യൽ ബോഡിയാണ്, അവർക്ക് അങ്ങനെ പോകാൻ കഴിയും. പക്ഷെ അതേസമയം പക്ഷെ അതേസമയം AG ഈ വിഷയത്തിൽ ഹൈക്കോടതിയിൽ എടുത്ത നിലപാട് എന്തായിരുന്നു എന്നത് അങ്ങ് സൗകര്യപൂർവ്വം മറക്കരുത്. അഡ്വക്കേറ്റ് വസന്തശ്രീക്ക് അങ്ങേക്ക് സംസാരിക്കാം. അതെ, രണ്ട് കാര്യങ്ങൾ, രണ്ട് കേസ് അരുൺകുമാറിന്റെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാം. ഒന്ന് അദ്ദേഹം ഒരു മിനിറ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. രണ്ട് കാര്യങ്ങൾക്ക്, ഒന്ന് വഖഫ് ബോർഡിനെ പിരിച്ചുവിടാൻ പറ്റില്ല എന്നുള്ളതാണ് അരുൺകുമാറിന്റെ വാദം. ഞാനൊരു അഭിഭാഷകനാണല്ലോ. നവാബ് ഉസ്മാൻ അലി ഖാൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശ് വളരെ കൃത്യമായ കേസാണ്. ആ കേസിൽ വളരെ കൃത്യമായി ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം കൃത്യമായി പറയുന്നുണ്ട്,
ഇൻ കോർഡിനൽ വിത്ത് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിമാൻഡ്സ്, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ആവശ്യങ്ങളുമായി കോർഡിനേറ്റ് ചെയ്ത് പോകാത്ത എല്ലാ വഖഫ് ബോർഡിനെയും 6 മാസത്തെ നോട്ടീസ് പീരീഡ് നൽകി പിരിച്ചുവിടാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റിന് എല്ലാ അനുവാദങ്ങളുമുണ്ട്, എല്ലാ അധികാരങ്ങളുമുണ്ട്. അത് സുപ്രീം കോടതി തീർപ്പാക്കിയ കേസാണ്. അദ്ദേഹം പറഞ്ഞൊരു കേസുണ്ടല്ലോ, ഏത് ഞങ്ങൾ പറയുകയാണ് ഇത് വഖഫ് ഭൂമിയല്ല. എന്തുകൊണ്ട്? ഈ വഖഫ് ഭൂമിയിൽ ഒരു കണ്ടീഷൻ, ഈ വഖഫായി കൊടുക്കുമ്പോൾ ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. ആ കേസിൽ അതുമായി ബന്ധപ്പെട്ട് ചൗധരി ഫസറുള്ള വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ് കേസിൽ വളരെ കൃത്യമായി സുപ്രീം കോടതി പറയുന്നുണ്ട്, ഇപ്പോൾ ഞാൻ എൻ്റെ ഭൂമി വഖഫിന് കൊടുക്കുന്നു, അതിൻ്റെ അടിയിൽ ഞാൻ എഴുതിയാണ് ഇഫ് ഐ ഡൈ വിത്തൗട്ട് ചിൽഡ്രൻ, എനിക്ക് മക്കളില്ലാതെ ഞാൻ മരിക്കുകയാണെങ്കിൽ എൻ്റെ ഭൂമി മുഴുവൻ വഖഫിന് പോകും. അങ്ങനെ എഴുതിയാൽ പോലും സുപ്രീം കോടതി അത് വളരെ കൃത്യമായി എക്സാമ്പിൾ അടക്കം ആ ഓർഡറിൽ ഏതായാലും 326 പേജ് വരുന്ന ഓർഡറിൽ കൃത്യമായി പറയുന്നുണ്ട്. അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചാൽ പോലും ഇപ്പോൾ വേണുവോ ഞാനോ നമ്മുടെ പ്രോപ്പർട്ടി, നമ്മളൊരു ഇസ്ലാമാണെന്ന് ഇരിക്കട്ടെ, നമ്മുടെ പ്രോപ്പർട്ടി നമ്മൾ മക്കളില്ലാതെ മരണപ്പെട്ടാൽ അത് വഖഫിന് പോകട്ടെ എന്ന് എഴുതി വെച്ചാൽ പോലും, അത് നമ്മുടെ മരണമൊഴിയായി എഴുതി വെച്ചാൽ പോലും വാലിഡ് ആവില്ല ഇന്ത്യൻ നിയമപ്രകാരം. അതുകൊണ്ട് തന്നെ ഫറൂഖ് കോളേജിന് കൊടുക്കുമ്പോൾ കണ്ടീഷൻ എഴുതി വെച്ചത് ഈ വഖഫിലേക്ക് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് തന്നെ ഇൻവാലിഡ് ആണ്, വോയിഡ് ആണ്, ആ രജിസ്ട്രേഷൻ തന്നെ വോയിഡ് ആണ് എന്നുള്ളതാണ് ഡിമാൻഡ്. അതാണ് കേസ്. അപ്പോൾ അത് പറയുകയും അത് അംഗീകരിക്കുകയും ചെയ്യുക. എന്നിട്ട് അതിന് വിരുദ്ധമായി സംസ്ഥാന സർക്കാരിന് നിയന്ത്രണമുള്ള വഖഫ് ബോർഡ് ചെയർമാൻ മറ്റൊരു തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് ശരിയല്ല. 1. 2, അത് വഖഫ് ഭൂമി അല്ല എന്നതിന് ഈ കണ്ടീഷൻ മാത്രമല്ല പ്രശ്നം, 2 പ്രശ്നങ്ങളുണ്ട്. 1950 അവിടെ ഈ സിദ്ദിഖ് സേട്ടിന്റെ സഹോദരങ്ങൾ നിക്ക് കംപ്ലീറ്റ് ചെയ്തേ, അല്ല അരുൺകുമാറെ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഈ ചർച്ചയുടെ ബഹുഭൂരിപക്ഷവും ഭക്ഷിച്ചത് അങ്ങാണ്, എന്നിട്ട് എൻ്റെ അവസരത്തിലും കൂടെ കയറരുത്. 1950 അവിടെ സിദ്ദിഖ് സേട്ടിന്റെ സഹോദരങ്ങളും ഫാമിലിയും താമസിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അത് വഖഫായി നൽകുന്നു എന്ന് പറയുന്നത് ശരിയല്ല. 2, ഇനി ഫറൂഖ് ഇത് സെയിലബിൾ അല്ല, വഖഫ് പ്രോപ്പർട്ടി ആയി നൽകുന്നതൊന്നും ഒരു കാരണവശാലും ട്രാൻസ്ഫറബിൾ അല്ല എന്നുള്ളതാണ് നിയമം. സെയിലബിൾ അല്ലെന്നല്ല, ട്രാൻസ്ഫറബിൾ അല്ല. അതുകൊണ്ട് ഫറൂഖ് കോളേജിന് ഒരു കാരണവശാലും ഇത് വിൽക്കാൻ പറ്റില്ല, മറ്റൊരാൾക്ക് വാടകയ്ക്ക് പോലും കൊടുക്കാൻ പറ്റില്ല. എന്താണോ വഖഫ് ഇന്റൻഷൻ അതനുസരിച്ച് മാത്രമേ പെരുമാറാൻ പറ്റൂ. പക്ഷേ ഫറൂഖ് കോളേജ് ഇവിടെ അതിന് വിരുദ്ധമായി പെരുമാറി. അതിന് വിരുദ്ധമായി പെരുമാറുമ്പോൾ എന്തുണ്ടാവുക? അതിന് വിരുദ്ധമായി പെരുമാറുമ്പോൾ ഈ വഖഫ് സ്റ്റാറ്റസ് ഉണ്ടല്ലോ, ഈ പ്രോപ്പർട്ടിന്മേലുള്ള വഖഫ് സ്റ്റാറ്റസ്, ആദ്യത്തെ ആ കണ്ടീഷണാലിറ്റിയൊക്കെ വിട്ടേക്ക്, കണ്ടീഷൻ ഒന്നും ഇല്ലായിരുന്നു, അത് ഒറിജിനൽ വഖഫ് ആണെങ്കിൽ തന്നെയും ആ ട്രാൻസ്ഫറബിലിറ്റി ക്ലോസ് വഖഫ് ആക്ട് പറയുന്നത് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്താൽ ഇതെന്ത് ചെയ്യും? നേരെ റിട്ടേൺ അടിക്കും, നേരെ ഉൾട്ടടിക്കും. ഏത്? ഈ വഖഫ് പ്രോപ്പർട്ടി ആയിരുന്ന സാധനം നേരെ വഖഫ് അല്ലാതായി മാറും അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. ഇത് മറിച്ചും തിരിച്ചും സുപ്രീം കോടതി വിധി പറഞ്ഞു എന്ന് അരുൺകുമാർ പറഞ്ഞപ്പോൾ വേണു അംഗീകരിച്ചു. അങ്ങനെ ഒരു വിധിയൊന്നും സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. സുപ്രീം കോടതി എല്ലാ കാര്യങ്ങളിലും ഒരു മിനിറ്റ് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞാൻ കേസ് ലോസ് അല്ലേ പറയുന്നത്, കേൾക്കൂ. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഞാൻ ഒരു 10 സെക്കൻഡ് അവസാനിപ്പിക്കാം. എല്ലാ കാര്യങ്ങളിലും സുപ്രീം കോടതി വളരെ കൃത്യമായി ട്രാൻസ്ഫറബിൾ അല്ല, സെയിലബിൾ അല്ല, കണ്ടീഷൻ വെക്കാൻ പാടില്ല എന്നടക്കം പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഒരു കാര്യം കൂടി, ഈ പറയുന്ന മുത്തലവി സ്റ്റാറ്റസ് അത് ആർക്കാണുള്ളത്? ആ സ്റ്റാറ്റസ് എടുക്കാൻ സംസ്ഥാന വഖഫ് ബോർഡിന് പറ്റില്ല. പറ്റാത്ത എന്തുകൊണ്ടാണ്? ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്നുള്ളതാണ് സ്റ്റാൻഡ്. ആ സ്റ്റാൻഡ് എടുത്തു മാറ്റിക്കൊണ്ടാണ് ഇത് വഖഫ് പ്രോപ്പർട്ടി ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളാണ് ഇതിന്റെ ട്രസ്റ്റി അല്ലെങ്കിൽ കസ്റ്റോഡിയൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് മുത്തലവി എന്നതിന്റെ മറ്റൊരു ഭാഷ്യം പ്രേക്ഷകർക്ക് വേണ്ടിയാണ്. അപ്പോൾ ആ ട്രസ്റ്റീനെസ് അല്ലെങ്കിൽ ആ കസ്റ്റോഡിയൻഷിപ്പ് സ്വയം അങ്ങ് ഏറ്റെടുത്തിട്ട് അവരങ്ങ് ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി അമിതാവേശം കാണിച്ചതിന്റെ പ്രശ്നമാണ് ഇപ്പോൾ ഉള്ളത്. അത് പരിഹരിക്കാൻ സാധിക്കും. അത് പരിഹരിക്കാൻ ഞാൻ നേരത്തെ ഈ സമരസമിതി നേതാവിനോട് അടക്കം പറഞ്ഞു, രാജ്യത്തെ നിയമം, രാജ്യത്തെ കേസ് അത് അനുവദിക്കുന്ന പ്രകാരം നമ്മൾ നടപടി ശരി. അല്ല അരുണെ, ഡിനിക്ക് ഒരു അവസരം കൊടുക്കേണ്ടതുണ്ട്, ക്ഷമിക്കണം, ഞാൻ സമയം കഴിയുകയും ചെയ്യാണ്. ഡിനി വേഗം. അല്ല ശിവൻ, ഒരു ചോദ്യം മതി. അല്ല നോക്കൂ, എനിക്ക് ഒറ്റ കാര്യമുള്ളൂ. അല്ല ചോദിച്ചോളൂ ശ്രീ അരുൺ, ചോദിച്ചോളൂ. ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞു ഇതിന്റെ രജിസ്ട്രേഷൻ തന്നെ ഇല്ലീഗൽ, അതുപോലെ മുത്തവല്ലിയുടെ ചുമതല ബോർഡ് എടുക്കുന്നത് ഇല്ലീഗൽ. ഇതെല്ലാം ഇല്ലീഗൽ ആണെങ്കിൽ പിന്നെ 2019 നിങ്ങളുടെ ബോർഡ് തന്നെ ചെയർമാൻ ആയിരിക്കുമ്പോൾ എന്തിനാ ഇത് ഇത്തരത്തിലൊരു ഉത്തരവ് പാസാക്കിയത്? എന്തിനാ ഇത് രജിസ്റ്റർ ചെയ്തത്? എന്തിനാ മുത്തവല്ലി ചെയ്തില്ലെങ്കിൽ ബോർഡ് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ചത്? എന്തിനാണ് അതിനൊരു ഉദ്യോഗസ്ഥനെ ചുമതല കൊടുത്തത്? ഇതെല്ലാം ചെയ്തത് 2019 മെയ് 20 ഉത്തരവല്ലേ? ഒരു നിസാം കമ്മീഷനെ VS സർക്കാർ വെച്ചത്
എന്തിനാണ് ഒരു പ്രശ്നമില്ലാത്ത ഒരു മുനമ്പത്ത് നിസാം കമ്മീഷനെ കൊണ്ടുപോയി അതിന്റെ കൂടെ ഉത്തരം പറ. ആ നിസാം കമ്മീഷന്റെ പിൻപറ്റിയല്ലേ നിങ്ങൾ ഈ പറയുന്ന ശ്രീ ഡിന്നി ഒന്ന് സംസാരിച്ചോട്ടെ. ശ്രീ വസന്ത, ശ്രീ അരുൺ, ശ്രീ ഡിന്നി ഒന്ന് സംസാരിച്ചോട്ടെ. ഓക്കെ, ഒറ്റ മിനിറ്റ്. സി, നമ്മളിപ്പം മനസ്സിലാക്കേണ്ടത് ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന മുനമ്പത്തെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുണ്ട്. അവര് ചോദിക്കുന്നത് ഞങ്ങൾക്ക് ലളിതമായിട്ട് ഭാഷയിൽ ഈ കണ്ടീഷണാലിറ്റി ഒക്കെ വിട്ടിട്ട് ലളിതമായ ഭാഷയിൽ LDFനും പ്രശ്നമില്ല, അവരും പറയുന്നു മുനമ്പ നിവാസികളോട് അവിടുന്ന് ആരെ ഇറക്കി വിടത്തില്ല. UDFും പറയുന്നു ഞങ്ങൾ മുനമ്പവാസികളോടാണ് ആരെ ഇറക്കി വിടത്തില്ല. പിന്നെ എന്താണ് പ്രശ്നം? വഖഫ് ബോർഡ് പൊളിറ്റിക്കൽ ഡിസിഷൻ ആണ്. UDFും മുനമ്പ നിവാസികളോടാണ്, LDFും മുനമ്പ നിവാസികളോട്. പിന്നെ എന്താണ് പ്രശ്നം? അപ്പൊ ഈ കണ്ടീഷണാലിറ്റിയും പഴയ കേസുകളൊക്കെ കോട്ട് ചെയ്യാതെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ് വേണ്ടുള്ളത്. അല്ലാതെ ഈ ജനങ്ങളെ പറ്റിക്കുന്ന പരിപാടി ചെയ്യരുതെന്നുള്ള അപേക്ഷയാണ്. ജനങ്ങളെ പറ്റിക്കുന്ന പരിപാടിയാണ് ഇത്. അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ ഒരു ലോ ഉണ്ടായിരുന്നു, ഇവിടെ വേറൊരു ലോ ഉണ്ടായിരുന്നു. ഇത് നിങ്ങൾ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കത്തില്ല. ഞാൻ പറയാണ് ഞങ്ങൾക്ക് വേണ്ടത് കുടിയൊഴിപ്പിക്കുകയില്ല. സമയമില്ലാത്തപ്പോൾ വിളിക്കാൻ കഴിയാതെ പോയതാണ് വസന്ത്. അവസാനമായി ശ്രീ ജോസഫ് ബെന്നി. അവസാനമായി ശ്രീ ജോസഫ് ബെന്നി. ശരി, ശ്രീ ജോസഫ് ബെന്നി. ശരി, അവസാനമായി ശ്രീ ജോസഫ് ബെന്നി. അവസാനമായി ശ്രീ ജോസഫ് ബെന്നി, മുഖ്യമന്ത്രി എന്ത് പരിഹാരം ഉണ്ടാക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു? ദയവിത് മറ്റുള്ളവർ സഹകരിക്കുക. അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു തരിക, ഞങ്ങളെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക, അതായിരിക്കണം ഒരു ഗവൺമെന്റിന്റെ അടിസ്ഥാനപരമായ ആവശ്യം. അല്ലാതെ റവന്യൂ അവകാശങ്ങൾ മുഴുവനും നിഷേധിച്ച് അല്ലാതെ കുടിയൊഴിപ്പിക്കില്ല എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. സാധാരണഗതി തീരപ്രദേശത്ത് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ്. പക്ഷെ അങ്ങനെയുള്ള ആളുകളെ മുഖ്യധാരയിലേക്ക് എത്തിക്കേണ്ടതാണ് ഓരോ ഗവൺമെന്റുകളും ചെയ്യേണ്ടത്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും അവശത നിലയിൽ കിടക്കുന്ന ആളുകളെ കടലിലേക്ക് തള്ളിയിടുന്നത് പോലെയുള്ള നിയമങ്ങളും അതേപോലെ തന്നെ കുടിയൊഴിപ്പിക്കുകയില്ല എന്നുള്ള വാക്കുകളും വാഗ്ദാനങ്ങളും ഒന്നുമല്ല ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങൾക്ക് 4 വർഷമായി. ശരി, എന്തായാലും മുഖ്യമന്ത്രിയുടെ വാക്കിൽ തന്നെയാണ് ഇപ്പോഴും മുനമ്പം സമരസമിതി പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. 10 മിനിറ്റ് കൊണ്ട് എന്തായാലും ഇപ്പോൾ സങ്കീർണമായിരിക്കുന്ന മുനമ്പ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. പക്ഷേ അപ്പോഴും VD സതീശന് ഈ രാഷ്ട്രീയ നിയമനമെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വഖഫ് ബോർഡിനെ പിരിച്ചുവിടാൻ കഴിയുമോ ഇല്ലയോ? ആ രാഷ്ട്രീയ ഇച്ഛാശക്തി ഈ സർക്കാരിൽ നിന്ന് എപ്പോൾ പ്രതീക്ഷിക്കാം? അതാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. വളരെ നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ബിഗ് ഡയലോഗ് അവസാനിക്കുന്നു.